ഇപ്പൊ നമ്മൾ ചിറാപ്പുഞ്ചി എന്ന് പറഞ്ഞൊരു പാട്ട്, അതിനകത്ത് പോകേണ്ട ദൂരം ഒരാളും കൂട്ടിനില്ലാതെ എന്ന് പറയുന്നത്, എനിക്ക് അതിന്റെ റെഫറൻസ്, അതിന്റെ ആലോചന തുടങ്ങുന്നത് കാനന ചാലയിൽ ആടുമയ്ക്കാനെന്ന്, ചൊലയിൽ ആടുമയ്ക്കാൻ. അപ്പൊ അവിടെ ഇപ്പൊ ഒന്നാം വനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടെ ഒന്ന് കൊണ്ടുപോകൂ, അവിടെയാണ് നിൽക്കണം. ഒരു ആസ്കിങ് ഉണ്ടല്ലോ, എന്നെ കൂടെ ഒന്ന് കൊണ്ടുപോകും എന്ന് പറയുന്ന ഒരു പെർമിഷൻ ചോദിക്കുന്ന പരിപാടിയിൽ നിന്ന് നേരെ ആരും ഇല്ലാതെ പോവാം. കവിത തന്നെയാണ് റാപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ അതിനൊരു ബീറ്റിന്റെ ചട്ടക്കൂടിനകത്ത് ആഡ് ചെയ്ത് എങ്ങനെ ഒഴുകുന്നു എന്നുള്ളതാണ് റാപ്പ്. ഒരു സിനിമയ്ക്ക് വേണ്ടി അതിന്റെ സന്ദർഭത്തിനിണങ്ങുന്ന വരികളുള്ള ഈ പാട്ട് കേട്ടിട്ടാണ് ഒരാൾ പോയിട്ട് ക്രൈമൊക്കെ ചെയ്തതെന്ന് പറയുന്നതാണ് അക്രമം. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ ടക്കടക്കാന്ന് പറഞ്ഞിട്ട് ടക്കടക്കല്ലേ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ 2 അക്ഷരമുള്ള വാക്കുകള് നേരത്തെ ഹരി പറഞ്ഞു, എവിടെ വന്നാലും പൂവെന്ന് തന്നെ വരുന്നു വായില്. ഒന്നര മിനിറ്റിന്റെ റീലിലേക്ക് ഒതുങ്ങുക, 1.5 അടിക്കേണ്ട ജീവിതം മനോഹരം. ഇപ്പൊ നമ്മളിപ്പോ സ്വർഗത്തിൽ പോയിട്ടാണോ സ്വർഗത്തെ പറ്റി? അതാണല്ലോ നമ്മുടെ ചാലഞ്ച്. കവിത എഴുത്തുകാരെ കൊണ്ട് തട്ടിടക്കാൻ വയ്യ കേരളത്തിൽ. ഫേസ്ബുക്കിൽ തന്നെ എത്ര ഗ്രൂപ്പുകളാണ്, പക്ഷിത്തണ്ട് മാങ്ങാക്കറി എന്നൊക്കെ പറഞ്ഞിട്ട് സിനിമ പാട്ട് എഴുതാൻ വന്നേനെ. ഇപ്പോഴും കാലഘട്ടമാണ് അതിനെ ഡിറ്റർമിൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ഭാസ്കരൻ മാഷി ഇലുമിനാറ്റി എഴുതിയാണ് ഇപ്പൊ ഉണ്ടായിരുന്നത്. വിചാരിക്കണത് പറഞ്ഞല്ലോ, ജനലൊക്കെ തുറന്നിട്ട് പാടത്തിലേക്കൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഒരു ഇമാജിനേഷൻ ഉണ്ടല്ലോ നമ്മുടെ എഴുത്തിനെ പറ്റി. അതേ അല്ല, വറ്റാക്കുളം വറ്റുന്നിതാ കാലിയായി ടിക്കി ഗോൾഡിലെ പാട്ടാണല്ലോ. അപ്പൊ ചില പ്രത്യേക സാധനങ്ങൾ വലിക്കുമ്പോഴേ നമ്മുടെ ഉമിനീര് മൗത്തൊക്കെ ഡ്രൈ ആവുമെന്ന് കേട്ടിട്ടുണ്ട്. അല്ല, വലിച്ചു നോക്കിയിട്ടില്ല. സിനിമ അതിന്റെയാണ്, കഞ്ചാവായിട്ട് ബന്ധപ്പെട്ടാണ്. അതിനുവേണ്ടി കഞ്ചാവ് അടിക്കാൻ പോയിട്ടില്ല. എന്നാലും അങ്ങനെ സുഷിൻ ശ്യാമിന്റെ ഒപ്പം വർക്ക് ചെയ്തപ്പോൾ ആദ്യമേ തന്നെ പുള്ളി ഒരു ബീറ്റ് കമ്പോസ് ചെയ്തു, അപരാധ പങ്ക. പാർട്ട്നേഴ്സ് ഇൻ ക്രൈം എന്നുള്ളതാണ് അവർ പറഞ്ഞ സംഭവം. ഇപ്പൊ പാർട്ട്നേഴ്സ് ഇൻ ക്രൈം ഞാൻ നോക്കിയപ്പോ എല്ലാ അപരാധങ്ങൾക്കും കൂട്ടു നിൽക്കുന്ന ഒരു പങ്കാളി, അപ്പൊ അതിനെ പരിഷ്കരിച്ച അപരാധ പങ്ക എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പാട്ട് ചെയ്തത്. അത് പുതിയ കാലത്തിൻ്റെതായ ഒരു വാക്ക് പോലെ ചെയ്തതാ. ആദ്യം ചോദിച്ച പോലെ എപ്പോഴാണ് ഒരു ലിറിസിസ്റ്റ് ആയെന്നത് ചോദിച്ചല്ലോ. എനിക്ക് തോന്നുന്നു ഇവരുടെയൊക്കെ കൂട്ടത്തിൽ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഞാനും ഗാനരചയിതാവ് ആണല്ലേ എന്നുള്ളൊരു അംഗീകാരം കിട്ടിയതല്ലേ. ഇവിടെ എനിക്ക് ഓപ്പൺ ആയിട്ട് പറയണോണ്ട് ഒരു മടിയില്ല. എന്തായാലും ഒരു 10 പാട്ട് പോലുള്ള ഒരു പാട്ടിനെ എഴുതാൻ വയ്യ. അതുപോലെ എഴുതിയ ഒരാളെ വേണ്ട. റഫീഖ പറഞ്ഞ പോലെ പഴയ പാട്ട് പുതിയ പാട്ടൊന്നും ആ ടാലന്റിന് 10,000 പോരാ എന്നാണ് എന്റെ അഭിപ്രായം. This is Malayalam's first ever lyricist round table. മലയാളത്തിലെ പ്രിയപ്പെട്ട പാട്ടുകൾക്കൊപ്പമാണ് ഞാനുള്ളത്. RJ റാഷിയാണ്. പാട്ടെഴുത്തുകാരുടെ യൂണിവേഴ്സിലേക്ക് നടന്നു കയറുകയാണ്. കൂടെ ഉള്ളത് നിങ്ങൾക്കറിയാലോ, വിനായക് ശശികുമാർ, റഫീഖ് അഹമ്മദ്, ഹരിനാരായണൻ, ഫെജോ, സുഹേൽ കോയ. ഏറ്റവും പുതിയ പാട്ടുകളാണ് നമ്മളെ കൂടെ ഉള്ളത്. നമുക്ക് ഒരു ലിറിസിസ്റ്റ് ആണെന്നുള്ളൊരു തോന്നൽ, ബോധ്യം വന്നിട്ട് ഇനി പാട്ടെഴുതി തുടങ്ങാം എന്നുള്ളൊരു ആലോചന എവിടെയാണ് നിങ്ങൾക്കൊക്കെ സംഭവിക്കുന്നത്? 17 വയസ്സിൽ അതിന് മുമ്പ് പാട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷെ തരക്കേടില്ല, വേറൊരാളുടെ ട്യൂണിന് വേണ്ടി പാട്ട് എഴുതാൻ പറ്റുന്നുണ്ട്, വേണമെങ്കിൽ ഒന്ന് സിനിമയിലൊക്കെ വിളിച്ച് ചാൻസ് ചോദിച്ചു നോക്കാം എന്ന് തോന്നിയത് 17 വയസ്സിൽ. അല്ല, ഞാനത് പല സ്ഥലത്ത് പറഞ്ഞിട്ടുള്ള ആവർത്തിക്കുന്നില്ല. ഞാൻ പിന്നെ ആക്സിഡന്റിലായിട്ട് ഇതിലെത്തിപ്പെട്ട ഒരാളാണ്. അപ്പോഴേ ആദ്യം കൃഷ്ണമല പാട്ട് വരുന്നു, പറയാൻ മറന്ന പരിഭവങ്ങൾ എഴുതുന്നു. അതങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എഴുതുന്നതാണ്. അപ്പൊ അതോടുകൂടിയിട്ട് പരിപാടി കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചത്. ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും കൂടിയായിരുന്നു. ആയിരുന്നു. അങ്ങനെ അത് നിർത്തിവെച്ചു. പിന്നെ പാട്ടെഴുത്ത് 3-4 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ പെരുമഴക്കാലം എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി എഴുതുന്നത്. അതിൽ ട്യൂണൊക്കെ ഇട്ട് എഴുതി ഉള്ള വേറൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിലാണ് ആദ്യത്തെ ലിറിക്സ് എഴുതിയിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് എനിക്ക് പാട്ട് എഴുതാൻ അറിയില്ല, ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ കവിത പോലെ എഴുതിക്കോളൂ, ബാക്കി ചെയ്യാന്ന്. അങ്ങനെ ഈ പെരുമഴക്കാലത്തിൽ എഴുതി കഴിഞ്ഞപ്പോൾ പിന്നെ കുറെ തുരിതുര സിനിമകൾ വന്നു തുടങ്ങി. അപ്പോഴാണ് ഞാൻ ഈ ഒരു പണിക്ക് പറ്റിയ ആളാണെന്നുള്ള എനിക്ക് തോന്നി. ഇതും അതെ, റഫീഖ് പറഞ്ഞതിൻ്റെ ഒരു ആഡ് ഓൺ പറയേണ്ട വരും. ഞാനെന്താ വെച്ചാല്, ഞങ്ങളൊക്കെ കുന്നംകുളത്ത് നിന്നാണ് വരുന്നത്. തൃശ്ശൂർ ജില്ലക്കാരാണ്, ഒരേ നാട്ടുകാരാണ്. അപ്പൊ ഈ കുന്നംകുളത്ത് ഈ ഇട്ടിമാണി ഹോസ്പിറ്റലിന്റെ ക്യാൻറ്റീൻ ഇപ്പൊ അതൊക്കെ പൊളിച്ചു പോയി തോന്നുന്നത്. ആ ഇട്ടിമാണി ഹോസ്പിറ്റലിന്റെ ക്യാൻറ്റീനിൽ നല്ല സുഖിയനും നല്ല ലൈം ജ്യൂസും കിട്ടും. അപ്പം ഞാനൊരു സ്വാഭാവികമായിട്ട് ആ സമയത്ത് ഞാൻ
ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ ചില പ്രശ്നങ്ങൾ കാരണം ഞാനന്ന് വിട്ടുപോന്ന് ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ ഇരിക്കുന്ന ഒരു സമയത്ത് അവിടെ കുറേ സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഒരു ആൽബത്തിൻ്റെ കമ്പോസിങ് ആണ് അവിടെ നടന്നിരുന്നത്. ഞാൻ ഇതിനു വേണ്ടിയിട്ടാണ് പോകുന്നത്. എനിക്ക് വേറെ ഇരിക്കാൻ ആ സമയത്ത് സ്പേസ് ഇല്ലാത്തത് കൊണ്ടും അവിടെ പോയിരുന്നപ്പോൾ ഈ ഇതിലൊരു ലിറിസിസ്റ്റ്, അപ്പം അന്ന് ഏതോ ഒരു ആൽബമാണ്, ഏതോ ഒരു സിംഗറുടെ ഡേറ്റ് കിട്ടി, ഒരു മ്യൂസിക്കും ഉണ്ട്. ഒരു ലിറിസിസ്റ്റ് എന്തെന്ന് വെച്ചാൽ ഒരു ലിറിസിസ്റ്റിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാൾ ദുബായിക്ക് പോയി, രക്ഷപ്പെട്ടതായിരിക്കാം അയാൾ. ഇത് അങ്ങനെ ആണ് ആ സമയത്ത് എന്നോട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യോ, അക്ഷരം എഴുതുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഒന്ന് ട്രൈ ചെയ്യോ എന്ന് വെച്ചിട്ട് അങ്ങനെ ട്രൈ ചെയ്തിട്ടാണ് അത് ആദ്യത്തെ പാട്ട് എഴുതുന്നത്. ആ പാട്ട് എഴുതി ആ മ്യൂസിക് ഡയറക്ടറുമായിട്ട്, ഉണ്ണി എന്നാണ് മ്യൂസിക് ഡയറക്ടറുടെ പേര്. മ്യൂസിക് ഡയറക്ടർക്കും അത് കഴിഞ്ഞ് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് കുറച്ച് ദിവസം അങ്ങനെ പണിയില്ലാത്തൊരു സമയം ഉണ്ടായിരുന്നു. ഞാൻ കമ്പനിയിൽ നിന്ന് വിട്ടു പോകുന്നതാണ്. അപ്പോൾ ഇയാളിങ്ങനെ ട്യൂണിന് എഴുതുന്ന കാര്യം പറഞ്ഞിട്ട് വെറുതെ തമാശക്ക്, വെറുതെ 2 പണിയില്ലാത്ത ആൾക്കാർ ചെയ്യൂലേ, അതുപോലെ പുള്ളി ട്യൂണ് എനിക്ക് പറഞ്ഞു തന്നു. ഞാൻ ലിറിക്ക്, അതിനിപ്പോൾ അർത്ഥമുണ്ടോ സിറ്റുവേഷൻ ഉണ്ടോ എന്നൊന്നും അറിയില്ല, അയാൾക്ക് പാഡബിൾ ആവണം. പുതിയ പ്രയോഗം. അതെ, അങ്ങനെ എഴുതി. അങ്ങനെയാണ് അതും, അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്. പിന്നെ അത് ഒരു ആൽബം ഫിനിഷ് ചെയ്തു, അടുത്ത ആൽബം വന്നു. അപ്പൊ അതില് വർക്ക് ചെയ്ത ഒരാളൊരു ഫിലിമായിട്ട് കണക്ട് ചെയ്ത്, പിന്നെ ത്രില്ലർ എന്ന് പറഞ്ഞ സിനിമയില് പരിപാടി കൊള്ളാലോ എന്ന് തോന്നുന്നത്. മ്യൂസിക് ഡയറക്ടർ ആയിരുന്നു. അത് നല്ല ഗുണമുണ്ടായിരുന്നു. എനിക്കന്ന് മര്യാദയ്ക്ക് ഇപ്പോഴും ഇംഗ്ലീഷ് പറയാറില്ല, അയാൾക്ക് മലയാളം അറിയില്ല, അയാൾക്ക് അറിയുന്ന ഭാഷ എനിക്കും അറിയില്ല. അങ്ങനെ ഒരു സന്തോഷം കൂടി ഉണ്ടായിരുന്നു അതില്. ആദ്യം ഞാൻ ചെറുപോലെ കഥയും കവിതയൊക്കെ ഇഷ്ടപ്പെടുന്ന ആള് തന്നെയാണ്. മലയാളം അതെ. ചില പോലെ ഇംഗ്ലീഷ് എനിക്ക് അത്ര വലിയ പ്രാവീണ്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഞാൻ ചിലപ്പോൾ മലയാളം അപ്പൊ സിനിമകള് എനിക്ക് വളരെ വൈകിയാണ് കിട്ടി തുടങ്ങിയത്. ഞാൻ കുറച്ച് പതുങ്ങിയിരിക്കുന്ന ആളും കൂടിയായിരുന്നു. മീൻസ് എന്നിൽ തന്നെ ഒതുങ്ങി വീട്ടിൽ തന്നെ. അപ്പൊ ഈ പറഞ്ഞ പോലെ എൻ്റെ ഉള്ളിലെ വിഷമങ്ങള് ആരോടെങ്കിലും പറയാം എന്നൊക്കെയുള്ള രീതിയിലാണ് കഥയും കവിത എഴുതി തുടങ്ങിയത്. അപ്പൊ അവസരങ്ങൾ അങ്ങനെ അകത്തിരിക്കുന്ന ഒരാൾക്ക് കിട്ടൂലല്ലോ. അപ്പൊ ഞാൻ ആദ്യമായിട്ട് എന്റെ രീതിയിൽ പാട്ട് എഴുതുന്നത്, ഒരു മലയാളം റാപ്പൊക്കെ എഴുതുന്നത് 2009 മുതലാണ്. 16 വർഷം കഴിഞ്ഞു. അതെ. പിന്നെ എനിക്ക് ആദ്യത്തെ സിനിമ കിട്ടുന്നത് സുഷിൻ ശ്യാം മറഡോണ എന്നുള്ള 2018 അപരാധ പങ്ക എന്നുള്ളതായിരുന്നു എന്റെ ആദ്യം. സുഹേൽ ഭായി, നിങ്ങൾ ആദ്യം എഴുതുന്ന ഈരടി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? സിനിമയ്ക്ക് വേണ്ടിയിട്ടായിരിക്കില്ലല്ലോ. അല്ല, അങ്ങനെ ഒന്നും എഴുതി വെച്ചിട്ടില്ല. ഇതിനു മുന്നേ അങ്ങനെ ഒരു ലവ് ലെറ്ററിലെങ്കിലും ഒരു പ്രണയ ഗാനം എന്ന പോലെ, ഒരു പാട്ടെന്ന പോലെ രണ്ടുപേരും എഴുതിയതായി? ഇല്ല, അങ്ങനത്തെ ഒരു പരിപാടി ഞാൻ ചെയ്തിട്ടില്ല ഇതിനു മുന്നേ. അങ്ങനത്തെ ഒരു മലയാളം എഴുതുമായിരുന്നു, എന്തെങ്കിലുമൊക്കെ കത്തൊക്കെ എഴുതുമായിരുന്നു? ഇല്ല, ഭയങ്കര പാടാണ്. എന്റെ ഹാൻഡ് റൈറ്റിംഗ് എന്നെ വായിക്കാൻ പറ്റില്ല. അപ്പൊ ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു സാഹസത്തിന് മുതിർന്നിട്ടില്ല. പിന്നെ വായിക്കും, അത്യാവശ്യം വായിക്കുമായിരുന്നു. എല്ലാം ഓക്കെയാണ്. പൊളിറ്റിക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുകയും വായിക്കുകയും ചെയ്യും. അതിൻ്റെ അപ്പുറത്തേക്ക് ഭയങ്കര ഇപ്പം ക്ലാസിക്സ് ഒന്നും വായിച്ചിട്ട് ഒരു പരിചയമില്ല. എനിക്ക് ദഹിക്കത്തില്ല. ഞാൻ വായിച്ച് തുടങ്ങിയൊക്കെ വെച്ച് 2-3 പേജ് കഴിയുമ്പോൾ മാറ്റി വയ്ക്കും. അതിലും അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ അങ്ങനെ എഴുതാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. ഇടയ്ക്ക് പിന്നെ ഉറുദുവിനോട് ഒരു ഇച്ചിരി ഇഷ്ടം തോന്നി, ഇച്ചിരി ഗസലുകൾ അങ്ങനത്തെ സാധനങ്ങളോട് ഇഷ്ടം തോന്നിയപ്പം അതിൻ്റെ പുറകെ പോകും. പിന്നെ അതിനെ ഒന്ന് ട്രാൻസ്ലേറ്റ് നോക്കുമ്പോൾ, പക്ഷെ മലയാളത്തിൽ ഇങ്ങനെ ട്രാൻസ്ലേഷൻ പറയുമ്പോൾ ഭയങ്കര എൻ്റെ ഭാഷയിലുള്ള കുറവുകൊണ്ട് അതിനൊരു പരത്തി പറയാനേ കഴിയുന്നുള്ളൂ. അതിനൊന്ന് ചുരുക്കി ഒരു കണിശമായ ഒരു സ്ട്രക്ചറിനകത്ത് കൊള്ളിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ നടപടിയില്ല, അത് വിട്ടു. പിന്നീട് ഈ തണ്ണീർമത്തൻ ദിനങ്ങൾ വന്ന സമയത്ത് എൻ്റെ അടുത്ത് ഇതുപോലെ ഇങ്ങനെ ഒരു 4 വരി എഴുതി തരുമോ എന്ന് വെച്ചാൽ, അപ്പം എൻ്റെ പ്രൊഡ്യൂസർ ഷമീറും ജോമോനും അവർ ക്ലോസ് ആണ്, എനിക്കറിയാം അല്ലാതെ. അപ്പം അവന്മാരിങ്ങനെ നീ ഒന്ന് എഴുതി എന്നിങ്ങനെ പറഞ്ഞാൽ ഞാൻ ഓക്കെ ചുമ്മാ ഞാൻ ഇവർ അപ്പം തന്നെ എടുത്ത് കളയും, അത് അവർ എടുക്കില്ല. അപ്പം ഞാൻ ആ 4 വരി ജാതിക്കത്തോട്ടെ ജാതി നിന്റെ നോട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ ഒരു ടെക്സ്റ്റ് മെസ്സേജ് പോലെ ജസ്റ്റിന് ടൈപ്പ് ചെയ്ത് അയച്ചാണ്. അപ്പം ജസ്റ്റ് ഇത് കൊള്ളാം, ഇത് പുളി ഏറ്റവും എന്നൊക്കെ പറഞ്ഞ്. അപ്പം അത് അപ്പോഴേ ഞാൻ വിജയകുമാർ പിന്നെ കേട്ടിട്ട് കുറച്ച് കഴിയുമ്പോൾ കളയുമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് ഇറങ്ങി അവർ ട്യൂണൊക്കെ ചെയ്ത് തന്നെ വേറൊരു സ്ട്രക്ചർ ആക്കി കഴിഞ്ഞപ്പോൾ അത് ഹിറ്റായി കഴിഞ്ഞ് പൈസ കിട്ടിയപ്പോൾ ഞാൻ ഇത് കൊള്ളാലോ, വലിയ എഫേർട്ട് ഇല്ലാതെ പൈസ കിട്ടുന്നുണ്ടല്ലോ. അപ്പം ഞാൻ പിന്നെ ഞാൻ മൊബൈലിൽ തന്നെ ടൈപ്പ് ചെയ്യാൻ കാറില്ല, അവിടെ ഇവിടേക്ക് ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക, ഒരു വരി ഉണ്ടാക്കുക. പിന്നെ ഇത് നമ്മൾ വിചാരിക്കണ പോലെ ഭയങ്കര റൊമാൻറ്റിസൈസ്ഡ് എഴുത്ത് പരിപാടിയേ അല്ല. ഞാൻ ആദ്യം നമ്മൾ വിചാരിക്കണ ഒരു പരിപാടിയല്ലോ, ജനലൊക്കെ തുറന്നിട്ട് പാടത്തിലേക്കൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഒരു ഇമാജിനേഷൻ ഉണ്ടല്ലോ നമ്മുടെ എഴുത്തിനെ പറ്റി. അതേ അല്ല, സാഹിത്യത്തെ മൊത്തത്തിൽ അതെ നമ്മളൊരു പ്രത്യേക ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അങ്ങനത്തെ ഒരു പരിപാടിയല്ല ഇത്. ഞാൻ നോക്കുന്നത് വൺ പ്രഷർ, ടൈമിനകത്ത് ഒരു സെറ്റ് ട്യൂൺ, ഒരു സെറ്റ് സിറ്റുവേഷൻ, ഒരു ഡെഡ് ലൈൻ, അവർ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു, ഓരോ വാക്ക് മാറ്റാൻ പറയുന്നു, നമ്മൾ പറയുന്ന വാക്ക് അവർക്ക് അതുപോലെ കിട്ടുന്നില്ല, അത് പാടാൻ രസമില്ലെന്ന് പറയുന്നു, കേൾക്കാൻ രസമില്ലെന്ന് പറയുന്നു.
ചിലതിന് കട്ടി കൊടുത്ത് ഇപ്പൊ ടക്ക 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 ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ ടക്ക ടക്ക എന്ന് പറഞ്ഞിട്ട് ടക്ക ടക്കല്ലേ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ 2 അക്ഷരമുള്ള വാക്കുകൾ. അപ്പൊ നമ്മൾ നോക്കിയത് മലയാളത്തിൽ ഭയങ്കര കുറവാണ് 2 അക്ഷരമുള്ള സാധനങ്ങൾ. ഇപ്പൊ നേരത്തെ ഹരി പറയുന്നത് എവിടെ വന്നാലും പൂവെന്ന് തന്നെ വരുന്നു വായില്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ നമ്മൾ കുറെ ഓൾറെഡി സെറ്റ് പാറ്റേൺസ് ഇത്രയും നാളും കേട്ടു വന്ന പാട്ടുകളുടെ സെറ്റ് പാറ്റേൺസ് കിടക്കുന്നു. അപ്പൊ ഇതിനെയൊക്കെ ബ്രേക്ക് ചെയ്തിട്ടൊരു ഭയങ്കര എന്താ പറയാ ഒരു അപ്ലൈഡ് ഫോഴ്സ്ഡ് മറ്റേ ഒരു കോർപ്പറേറ്റ് പരിപാടിക്കകത്ത് നിൽക്കണ പോലെ ഡെഡ് ലൈനിൽ നമ്മളൊരു എക്സൽ ഷീറ്റിൽ നടത്തുന്ന പരിപാടി പോലെ അത്രയും തന്നെ ഉള്ളൂ അതിനും. അപ്പൊ ഞാൻ ഓക്കെ ഇത് അപ്പം ഒരു നമ്മുടെ ഒറ്റയ്ക്കിരുന്നുള്ള എഫേർട്ടിനേക്കാളും ഉപരി ഡയറക്ടർക്ക് അയച്ചു കൊടുക്കുന്നു, അവനൊരു സജഷൻ പറയുന്നു, പിന്നെ ഒന്ന് തിരുത്തുന്നു, അയച്ചു കൊടുക്കുന്നു, പ്രൊഡ്യൂസർക്ക് അയച്ചു കൊടുക്കുന്നു, മ്യൂസീഷ്യൻ കേൾക്കുന്നു, മ്യൂസീഷ്യന്റെ കൂട്ടുകാരൻ കേൾക്കുന്നു, എല്ലാവരും കൂടെ ഇരുന്നിട്ട് ലാസ്റ്റ് ഒരു പരിവാക്കി എടുക്കുകയാണ്. അപ്പൊ അത് ഓക്കെ ദിസ് ക്യാൻ വർക്ക്. എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര ലിറ്ററേച്ചർ സ്ഥലത്തില്ലെങ്കിലും ദിസ് വിൽ ഹെൽപ്പ് ഒരു പോപ്പുലർ സോങ് എന്നുള്ള രീതിയിൽ. ഇപ്പൊ റഫീഖ് ഭായിയുടെ ഒക്കെ ഭയങ്കര ഡെപ്ത് ഉള്ള സാധനത്തിൽ നിന്നിട്ടുള്ള ഡിപ്പാർച്ചറാണ് ഞാൻ പറയുന്നത്. ഞാൻ എൻ്റെ സാധനം ഞാൻ ഒരിക്കലും അതിന് ആ രീതിയിലേ അല്ല കാണുന്നത്. ഇവരൊക്കെ ഭയങ്കര ആലോചന അതിന്റെ പുറകിലുണ്ട്. ഞാൻ അതിനെ ഒരു ക്യുക്ക് പരിപാടിയിൽ പെട്ടെന്ന് ആളുകളുടെ തലയിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ ഞാനൊരു പരസ്യവാചകം പോലെ അല്ലെങ്കിൽ പെട്ടെന്ന് കേട്ട് മറന്നു പോകുന്ന ഒരു സാധനം പോലെ ഞാൻ ആലോചിക്കാറുള്ളൂ. അപ്പം അതിന്റെ പുറകെ വലിയ തോട്ടമില്ല. ചിലതൊക്കെ ആളുകൾ ഓവർ റീഡ് ചെയ്തിട്ട് ഇത് ഇങ്ങനെയൊക്കെ വിചാരിച്ച് വെച്ചിരുന്നല്ലോ എന്നൊക്കെ വിചാരിക്കും. ചിലതിൽ ഓബിയസ്ലി നമ്മൾ ഇച്ചിരി എഫേർട്ട് കിട്ടുന്ന അച്ചടക്കത്തിൽ കൊണ്ടുവരാൻ. അപ്പൊ അങ്ങനെ ഒരു അബദ്ധത്തിൽ വന്നു പോയതാണ്. നേരത്തെ സുഹേൽജി പറഞ്ഞതുമായിട്ട് കണക്ട് ചെയ്യാണ്. ഇപ്പോ നമ്മുടെ കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ, നിങ്ങൾ ഹരിനാരായണൻ എന്ന് പറയുന്ന ലിറിസിസ്റ്റ് പാട്ടിലേക്ക് കൊണ്ടുവന്നുള്ള പൂക്കള് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ചെയ്തു പോയതാ, ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കാം. എന്നാലും ചില ഒരു 10-15 വർഷമായില്ലേ പാട്ട്? ഞാൻ പറയാം ലൈലാകം ഉണ്ടായിരിക്കും. ലൈലാകം പക്ഷെ ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോ പറയണം അയ്യപ്പ പണിക്കരാണ് അതങ്ങനെ കൊടുന്നത്. ശരി, ഇവിടെ എനിക്ക് ഓപ്പൺ ആയിട്ട് പറയണോണ്ട് ഒരു മടിയില്ല. നമ്മള് ഇപ്പൊ ഈ ട്യൂൺ ഇപ്പൊ സുഹൈൽ പറഞ്ഞതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പറയണമെങ്കിൽ തുടർച്ചയായിട്ട് പറയണമെങ്കിൽ നമുക്കൊരു ട്യൂൺ വരുമ്പോഴേ ഇപ്പൊ രാഹുലേട്ടന്റെ പാട്ടാണത് ദീവാനിയ എന്നിട്ടാണ് പുള്ളി അതിൽ പാടി വെച്ചിരിക്കുന്നത് ഹിന്ദിയിലെ. അത് ചുമ്മാ ഡമ്മി പാടുന്നതാ. നിങ്ങൾ മ്യൂസിക് അറിയുന്നല്ലേ പറഞ്ഞത്, മനസ്സിലായി? അതുകൊണ്ട് അല്ല അങ്ങനെയല്ലേ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഈ മ്യൂസിക് ഡയറക്ടർമാര് ഞങ്ങളെ ഒരു വല്ലാത്തൊരു അബദ്ധത്തിൽ കൊണ്ട് പെടുത്തും. അതായത് ഇവരെന്തെങ്കിലും ഒരു ഡമ്മി പാടി വെക്കും, അത് ഇവർക്കൊക്കെ അനുഭവം ചിലപ്പോൾ ഹിന്ദി ആയിരിക്കും. ഇതില് ഡയറക്ടർ ലോക്കാവും ഈ സൗണ്ടിങ്ങിൽ. പിന്നെ നമ്മൾ ഈ സൗണ്ടിങ് കൊടുക്കേണ്ട ഒരു അവസ്ഥയും വരും. അപ്പൊ അതൊരു ചലഞ്ചാണ് കേട്ടോ. ഞാൻ അതിനെ തമാശയായിട്ട് പറഞ്ഞെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെയാണ്. അപ്പൊ ഇത് ചിന്തിച്ചിട്ട് ഇത് ഏത് വാക്ക് വന്നാലും അപ്പൊ അങ്ങനെ നമ്മുടെ ഒരു സാധനം തലയിൽ കയറി കഴിഞ്ഞാൽ ഏത് തലയിൽ വന്നാലും ഇതിങ്ങനെ ഓർമ്മ വരും. ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും, ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആ ഹുക്ക് ലൈൻ ആയിരുന്നു അത്. ഓക്കെ, അപ്പൊ അവിടെ പൂ വന്നേക്കാം, പൂക്കാലം വന്നേക്കാം, കായോ എന്തെങ്കിലും വന്നിട്ട് നമ്മൾ രക്ഷപ്പെട്ടാൽ മതി എന്നുള്ളതാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ റഫീഖ് ജി, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്കിൽ എല്ലാ ലിറിസിസ്റ്റുകളും അല്ലെങ്കിൽ ഏതൊരു സാഹിത്യകാരനും ഏതെങ്കിലും ഒരു വാക്കിൽ ലോക്ക്ഡ് ആയിരിക്കും. സിറ്റുവേഷൻ അനുസരിച്ച് ഇപ്പൊ ഈ പറഞ്ഞ മാതിരി ചൂടപ്പം പോലെ വൈകുന്നേരത്തേക്ക് റെക്കോർഡ് ചെയ്യണം, രാവിലത്തെ റെക്കോർഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ട്യൂൺ അയച്ചു തരുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ നിങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിച്ചൊരു വാക്ക് ഏതായിരിക്കും മലയാളത്തിലെ? അത് ഈ ബോധപൂർവം അങ്ങനെ ഒരേ വാക്കിന്റെ പിന്നാലെ പോകുന്ന ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട്. ഞങ്ങളൊക്കെ സഹായിച്ചൊരു വാക്കുണ്ട്, പക്ഷെ ഞങ്ങൾ പാട്ടിൽ ആരും ഉപയോഗിച്ചിട്ടില്ല. ആ വാക്കിന്റെ പേര് പൈസ എന്നാ. അപ്പൊ അത് പലപ്പോഴും അങ്ങനെ ഒരു ആവർത്തനം വരാതിരിക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാക്ക് പിന്നെ അങ്ങനെ അതിൻ്റെ മുകളിൽ പിന്നെ കടിച്ച് തൂങ്ങി ഇരിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ പലരും മറ്റുള്ളവർക്ക് പറയുമ്പോഴല്ലേ നമുക്കറിയാൻ പറ്റുള്ളൂ. അതെ, പലരും പറയാറുള്ളത് ഈ മഴ എന്നുള്ള വാക്കൊക്കെ ഒരുപാട് ഉപയോഗിക്കാറുണ്ടെന്ന് പറയാറുണ്ട്. അപ്പൊ അതിനുശേഷം ഞാൻ ബോധപൂർവ്വം ശ്രമിക്കാറുണ്ട് മഴ എന്നുള്ള ഒഴിവാക്കാൻ വേണ്ടി. കാരണം ഇല്ലെങ്കിൽ മഴ തന്നെ ഒഴിവാകുന്നില്ല. മാത്രമല്ല ഇപ്പൊ പണ്ടത്തെ പോലെയുള്ള മഴയല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പൊ മഴയെ പറ്റിയൊക്കെ എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ തല്ലുകൊള്ളുന്ന ഒരു അവസ്ഥയായി. മഴയ്ക്ക് ഒരുപാട് പോയി കാൽപ്പനികതൊക്കെ പോയിട്ട് അതൊരു ഭീകരതയിലേക്ക് എത്തിപ്പെട്ടു. അപ്പൊ അങ്ങനെ പല വാക്കുകൾ. അപ്പൊ അങ്ങനെ അത് സത്യത്തിൽ നമുക്കത് അങ്ങനെ ഓർത്തെടുക്കാതിരിക്കുക നല്ലത്. കാരണം പിന്നെ അതിനെ പറ്റിയൊരു ഒരു ബോധം വന്നു കഴിഞ്ഞാൽ നമ്മൾ എഴുതുമ്പോൾ വളരെയധികം റെസ്ട്രിക്ഷൻസ് വരും. വിനായക് എഴുതി കഴിഞ്ഞിട്ടുള്ള പാട്ടുകളൊക്കെ റീവിസിറ്റ് ചെയ്യാറുണ്ടോ? ഞാനിങ്ങനെ എന്തൊക്കെയാണ് പ്രയോഗിച്ചത്, എനിക്ക് എന്തെങ്കിലും ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ടോ? അത്തരത്തിൽ ഇപ്പോൾ ഒരുപാട് പാട്ടുകൾ എഴുതുന്ന ആളാണ്. അങ്ങനെ റിവിസിറ്റ് ചെയ്യാറുണ്ടോ? സ്വന്തം പാട്ടുകളെ ഒന്ന് തിരിഞ്ഞു നോക്കാറുണ്ടോ? ഇറങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പലപ്പോഴും നമുക്ക് ഇന്നിപ്പോൾ എഴുതുന്ന ഒരു പാട്ട് ഒരു 5 വർഷം കഴിഞ്ഞ് കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം നമ്മൾ ഇന്നിപ്പോൾ ഒരു പാട്ട്, ഒരു ട്യൂൺ വന്നു, ഒരു സിറ്റുവേഷൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ സെൻസിബിലിറ്റി,
ഇന്നത്തെ നമ്മുടെ മൂഡ്, ഇന്ന് മഴയാണെങ്കിൽ ആ മഴയുടെ ഒരു തണുപ്പ്, അല്ലെങ്കിൽ ഇന്ന് ചൂടാണെങ്കിൽ അതിന്റെ ഒരു അസ്വസ്ഥത, ഇതൊക്കെ ഈ പാട്ടിലുണ്ടാവും. നമ്മൾ എഴുതുന്നതിനെ സബ് കോൺഷ്യസ്ലി എഫക്ട് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. നമ്മൾ കഴിഞ്ഞ ഒരു 6 മാസത്തിനിടയിൽ കേൾക്കുന്ന പാട്ടുകൾ, വായിക്കുന്ന പുസ്തകങ്ങൾ, കാണുന്ന സിനിമകളൊക്കെ നമ്മുടെ ഉപബോധ മനസ്സിൽ കിടക്കുകയാണല്ലോ. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ആയിരിക്കും ഇന്ന് എഴുതുന്ന ലിറിക്സ്. ഇതേ ട്യൂണ് തന്നെ, ഇതേ സിറ്റുവേഷൻ ഞാൻ നാളെ എഴുതെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും എഴുതുക. അപ്പോൾ അതിന്റെ ഒരു ഇന്നത്തെ ഒരു സാഹചര്യത്തിന്റെ ബൈ പ്രൊഡക്റ്റ് ആണ് ഇന്നത്തെ ലിറിക്സ്. അപ്പൊ ഒരു 5 വർഷം കഴിയുമ്പോൾ ഇതെന്താണ് ഞാൻ ഇങ്ങനെ എഴുതിയത് എന്നൊക്കെ നമുക്ക് കൂടുതൽ തോന്നാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ഇടയ്ക്ക് കുറച്ച് പാട്ടുകൾ കേൾക്കുമ്പോൾ നന്നായി, ഞാൻ എഴുതിയ പോലെ തോന്നാറില്ല, എങ്ങനെ എഴുതിപ്പോയി, നന്നായി വന്നിട്ടുണ്ട് എന്നും തോന്നിയിട്ടുണ്ട്. അല്ല, ഇപ്പൊ റഫീഖ് ജി പറഞ്ഞ പോലെ ഇപ്പൊ ചില വാക്കുകൾ പ്രയോഗിക്കാതിരിക്കാൻ ശ്രമിക്കും എന്ന് പറയില്ല. ഇപ്പൊ നമുക്ക് ഞാനിതൊരു 100 തവണ ഉപയോഗിച്ചു, ഞാനിതൊരു 50 തവണ ഉപയോഗിച്ചു എന്നൊരു ചിന്തയിൽ നിന്ന് ആ ചിന്ത അതിനെ നിന്ന് അളക്കാൻ വേണ്ടിയിട്ട് കേൾക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഇങ്ങനെ ഇനി പ്രയോഗിക്കരുത്, ഈ രീതിയിൽ ഇനി പോകരുത് എന്നുള്ള ഒരു ചിന്ത. ഉറപ്പായിട്ടും ഇത് കഴിഞ്ഞ ഒരു 2 വർഷത്തിനിടയിൽ ഇപ്പൊ എനിക്ക് വന്നുകൂടിയ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്തായാലും ഒരു 10 പാട്ട് പോലുള്ള ഒരു പാട്ടിനെ എഴുതാൻ വയ്യ, ആ ഒരു മൂഡിലേക്ക് എത്തി. ഇപ്പൊ ഈ വർഷം ഞാൻ എഴുതിയ വർക്കാണെങ്കിൽ ഇപ്പൊ പൈങ്കിളി പോലത്തെ ഒരു പൈങ്കിളി എന്നുള്ള സിനിമയിൽ 7 പാട്ടുണ്ട്. അതിലെ പാട്ടുകളാണെങ്കിൽ ഇപ്പോ വ്യസന സമേതം എന്നുള്ള സിനിമയിൽ സാമ്പ്രാണി പെൺതിരി എന്നൊരു പാട്ട്, ഈ പാട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പുതിയതായിട്ട് എക്സ്പെരിമെന്റ് ചെയ്യണം. ഞാൻ എഴുതിയതാന്ന് കേൾക്കുമ്പോൾ തോന്നാൻ പാടില്ല, ഇത് വേറെ ആരെങ്കിലും എഴുതിയതാണെന്ന് വിചാരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഇങ്ങനെ എന്നൊക്കെ. ചിലപ്പോൾ എക്സ്പെരിമെന്റ് എന്ന് പറയുമ്പോൾ പതറാം, ചിലപ്പോൾ 2 ചീത്ത വാക്ക് കിട്ടാം, അതിലൊന്നും തളരാതെ എന്നാ എന്തെങ്കിലും പുതിയത്. ഈ എഴുതിയ മഴയും കാറ്റും നിലാവും കിനാവും ഒക്കെ കുറച്ചൊന്ന് അതില്ലാതെ ജീവിക്കാൻ പറ്റില്ല നമുക്ക്. ഈ കിനാവും നിലാവും ഇല്ല നമുക്ക് ഊണ് കഴിക്കാൻ പറ്റില്ല, അരിയും ഗോതമ്പാണ് നമ്മുടെ. അതുകൊണ്ട് ഇടയ്ക്ക് തിരിച്ചു വരും. പക്ഷെ പരമാവധി ഒഴിവാക്കി പുതിയ പാട്ടുകൾ, പുതിയ വാക്കുകൾ ഉപയോഗിച്ച് പാട്ടുകൾ എഴുതുക എന്നുള്ളത് ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ ബോധപൂർവ്വം. ശരിക്കും പറഞ്ഞപ്പോ അരിയേട്ടാ, ഞങ്ങള് FM റേഡിയോയില് ഞങ്ങള് RJs രാവിലെ 7 മണിക്കൊക്കെ തുടങ്ങുമ്പോ ഫസ്റ്റ് മുടിഞ്ഞ് നശിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വിനായക് പ്രയോഗിച്ച പൈങ്കിളിലെ പാട്ടൊക്കെ ഇട്ട് തുടങ്ങുമ്പോഴേ നമ്മൾ ഷോ തുടങ്ങുമ്പോ നമുക്ക് അങ്ങനെ തുടങ്ങേണ്ടി വരുമ്പോ അയ്യോ. പക്ഷെ ഈ ആദരാഞ്ജലികൾ മലയാളികൾക്ക് ഏറ്റവും മനോഹരമായിട്ട് നേർന്നിട്ടുള്ള ഒരാളാണ് നിങ്ങളുടെ കൂട്ടത്തിലെ വിനായക് ശശികുമാർ. മരണപ്പാട്ട് ഏറ്റവും മനോഹരമായിട്ട് അതേ വിനായക് തന്നെ ഈ മുടിഞ്ഞു പോട്ടെ, പനിച്ച് കിടക്കട്ടെ, നീര് വന്ന് ആകെ അലമ്പാവട്ടെ എന്ന് ശപിച്ചുകൊണ്ട് പാട്ടിരുന്നു. അപ്പൊ ഇതിൻ്റെ അകത്ത് ഇപ്പൊ സുഹേൽ കോയ ഈ പറയുന്ന പഞ്ചാലനി എന്ന് പറയുന്ന ആലപ്പുഴ ജിങ്കാനയിലെ പാട്ടൊക്കെ എഴുതുന്ന പോലെ ഏറ്റവും പുതിയ പ്രയോഗങ്ങൾ വിനായക് ശശികുമാർ ആയാലും ഇയാള് 1000 ഓറഹയിലൂടെ ഫെജോ ആയാലും സുഹേൽ കോയ ഒക്കെ പല പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. നിങ്ങൾ കുറെ കൂടി കാവ്യാത്മകമായ പാട്ടുകളെ ആണ് നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ട് കിട്ടിയിട്ടുള്ളത്. ഇവർക്ക് നിർഭാഗ്യം കൊണ്ടെന്നല്ല, സിറ്റുവേഷൻ അനുസരിച്ച് എഴുതുന്നവരാണ് സിനിമാ പാട്ടെഴുത്തുകാർ. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും കുറച്ചുകൂടി സീനിയേഴ്സ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചുകൂടി മുമ്പേ സിനിമയിൽ എത്തിപ്പെട്ടിട്ടുള്ള ആളുകൾ ഈ സുഹേൽ കോയന്റെയും ഫെജോന്റെയും വിനായക് ശശികുമാറിന്റെ ഒക്കെ വരികളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? റഫീഖ് ജിയും ആര്യേട്ടനും ഒക്കെ. അയ്യോ, എനിക്ക് ഭയങ്കര, ഞാൻ വിനായകനെ വിളിക്കാൻ സൊഹൈലിനെ കഴിഞ്ഞ ദിവസം കൂടി ഞാൻ വിളിച്ചിരുന്നു. ഏത് ഒരു തെലങ്കാന ബൊമ്മയിലൂടെ അതെ. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളങ്ങനെ എഴുതി വന്ന് നമുക്ക് കിട്ടിപ്പോകുന്നത് അങ്ങനത്തെ പാട്ടുകളായിരിക്കും ചിലപ്പോ. അപ്പൊ പക്ഷെ അതിലൊരു രസമില്ലേ. ഇപ്പൊ ഈ ഫെജോയായിട്ട് ഒരുമിച്ച് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു തലയുടെ വിളയാട്ട് അപ്പൊ അത് ഇപ്പൊ ഇത്തരത്തിൽ വിനായകന്റെ പാട്ടായാലും പാദലാഞ്ജലി ആണെങ്കിലും സൊഹൈൽ എഴുതുന്നതാണെങ്കിലും മോഹസിൻ പെരാരിയുടെ ആണെങ്കിലും ഞാൻ ഭയങ്കര രസത്തോടെയാണ് കാണുന്നത്. അത് വേറൊരു ഡിക്ഷനും വേറൊരു സാധനങ്ങളും ഒക്കെ വരികയല്ലേ. വേടനാണെങ്കിലും പറയുന്ന വേറൊരു രാഷ്ട്രീയം പറയുകയാണ് ചെയ്യുന്നത്. തീർച്ചയായും മെൻഷൻ ചെയ്യാൻ ഇതിരിക്കാൻ പറ്റില്ല. അതിലൊരു കാര്യം എന്താ വെച്ചാലേ, ഈ സിനിമാ പാട്ട് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് സിനിമയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കണമല്ലോ. തീർച്ചയായും. അപ്പോൾ ഓരോ കാലത്ത് സിനിമയ്ക്ക് ആ സിനിമയുടെ നീതി പുലർത്തുന്ന പാട്ടുകളാണ് ഓരോരുത്തർ എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ പഴയ കാലത്ത് ആൾക്കാർ ഭാസ്കര മാഷ് നോക്കിക്കഴിഞ്ഞാലും ONV നോക്കിക്കഴിഞ്ഞാലും അന്നത്തെ സിനിമയ്ക്ക് അതിനനുയോജ്യമായിട്ടുള്ള ആ പാട്ടുകളാണ് വരുന്നത്. അതുപോലെ ഈ പുതിയ കാലത്തിൻ്റെ സിനിമയ്ക്ക് അതിനോട് ശരിക്കും ഇണങ്ങി ചേരുന്നു പോകുന്ന പാട്ടുകളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ നിലയ്ക്കാണ് അതിനെ കാണേണ്ടത് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പുതിയ പ്രയോഗങ്ങളുണ്ടാവാം, പുതിയ തരത്തിലുള്ള ലോകം മാറിയിട്ടുണ്ട്, ആളുകളുടെ കാഴ്ചപ്പാടുകൾ മാറി, അതിനോട് ഒത്തുപോകാൻ കഴിയുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രധാനം. ജെന്നാൽഫൊക്കെ പറയണത് എനിക്കൊന്നും മനസ്സിലാവണില്ല കേട്ടോ. സത്യം. ജെന്നാൽഫ പറയുന്നത് നമുക്ക് അപ്പൊ ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക്
അവിടെ വരുമ്പോ വേറെ അർത്ഥങ്ങളായിരിക്കും വരുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഇതൊരു ബ്യൂട്ടി അല്ലേ ഒരർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോ. വാക്കുകൾക്ക് വേറെ പല പല അർത്ഥങ്ങളും. മറ്റേ പഴയത് പുതിയ അങ്ങനെ ഞാനൊക്കെ നമ്മൾ എഴുതുന്ന സിനിമയുടെ തീർച്ചയായിട്ടും ഈ പറയുന്ന റഫീഖാണ് വറ്റാക്കുളം കാലിയായി സിനിമയോട് എങ്ങനെ സിറ്റുവേഷനോട് എങ്ങനെ രീതി വളർത്തി എന്നുള്ളതാണ്. ആ പാട്ട് കാലത്തോടും കൂടി വേണം. ഈ കാലത്ത് നമുക്ക് പുളിയിലക്കരം കൊണ്ടൊന്നും എഴുതാൻ പറ്റില്ല. ഇല്ല, അങ്ങനെയുള്ള സിറ്റുവേഷൻ ഇല്ല നമ്മുടെ ജീവിതത്തിൽ പോലും ഇല്ല. അല്ല, ഇത് ശരിക്കൊരു അപ്ലിക്കേഷൻ ഓഫ് ആർട്ട് അല്ലേ? ആർട്ടിന്റെ ഒരു അപ്ലിക്കേഷൻ ആണല്ലോ ശരിക്കും നടക്കുന്നത് ഇതില്. ആർട്ടല്ലല്ലോ നടക്കുന്നത്. ഇപ്പൊ ഈ ഒരു ചെറിയ ഇന്റർപ്ഷൻ ചെയ്തോട്ടെ. ഈ വറ്റാക്കുളം എടുത്തിട്ടോണ്ട് ചോദിക്കുകയാണ്, എനിക്ക് മനസ്സിലായ അർത്ഥം തന്നെയാണോ എന്ന് ഞാൻ ചോദിച്ചോട്ടെ. അതായത് നമ്മള് ഇടുക്കി ഗോൾഡിലെ പാട്ടാണല്ലോ. അപ്പൊ ചില പ്രത്യേക സാധനങ്ങൾ വലിക്കുമ്പോഴേ നമ്മുടെ ഉമിനീര് മൗത്തൊക്കെ ഡ്രൈ ആവുമെന്ന് കേട്ടിട്ടേ ഉള്ളൂ. അല്ല, വലിച്ചു നോക്കിയിട്ടില്ല. വറ്റാക്കുളം പറ്റുന്നത് നമ്മുടെ ഒരിക്കലും പറ്റാത്ത കുളമാണല്ലോ നമ്മുടെ സലൈവറി ഗ്ലാൻഡ്. അതിനാണ് അത്രക്കൊന്നും പോയിട്ടില്ല ഞാൻ. ഇത് അടിച്ചു കഴിഞ്ഞാല് സാധാരണ ഇതിലൊരു തരം ഹാലൂസിനേഷൻസ് ഉണ്ടാവുന്നല്ലേ അങ്ങനെ പറയുന്നത്. അപ്പോൾ വറ്റാത്ത കുളം വറ്റുന്നു, അങ്ങനെ വറ്റിയ കുളം നിറയുന്നു, പലതരത്തിലുള്ള ഹാലൂസിനേഷൻസും ഇല്യൂഷൻസും ഉണ്ടാവുന്നു. നീലപ്പുല്ലിൻ സിനിമ തന്നെയാണ് കഞ്ചാവ്. അപ്പൊ അതിനോട് തിരിച്ചു കൊടുത്തു. അതിനുവേണ്ടി കഞ്ചാവ് അടിക്കാൻ പോയിട്ടില്ല, എന്നാലും അങ്ങനെ. അല്ല, ഇദ്ദേഹം ആ സമയത്ത് ഞങ്ങള് കേട്ടിട്ടുണ്ട് ഇടുക്കി കാര്യമായിട്ട് പരിചയമില്ലാത്തൊരു നാടായിരുന്നു. പക്ഷെ ഇടുക്കിക്ക് ഒരു പാട്ടുണ്ടെങ്കിൽ അത് റഫീഖിന്റെ പാട്ടാണ്, ബിജുപാൽ കമ്പോസ് ചെയ്തിട്ടുള്ള മായസിന്റെ പ്രതികാരത്തിലെ പാട്ടാണ്. അപ്പൊ അതുപോലെ നിങ്ങൾക്കൊക്കെ അറിയാലോ. ഇപ്പൊ നമ്മളിപ്പോ സ്വർഗത്തിൽ പോയിട്ടാണോ സ്വർഗത്തെ പറ്റി അതാണല്ലോ നമ്മുടെ. അതിലും വലിയ കഷ്ടം മരിച്ച ഒരാളുടെ അവസ്ഥ എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മരിക്കാൻ പറ്റില്ല. ബാക്കി എന്തും ചെയ്ത് നോക്കാം. ഇദ്ദേഹം ആദരാഞ്ജലിക്ക് വെച്ച് സാമ്പ്രാണിത്തിരി എഴുതി. അതെ, അയ്യോ ഞാൻ മരണത്തിന്റെ വക്താവാണ്. സിനിമയിൽ മരണത്തിന്റെ പൈങ്കിലുണ്ട്. ആരെക്കാളൊക്കെ കൂടുതലായിട്ട് ചുമന്നോണ്ടിരിക്കുന്ന ഞാനാ മരണമെത്തുന്നത്. ഞാൻ എവിടെയെങ്കിലും പോകുമ്പോ കഥ പോകുന്ന മരണമെത്തുന്നതായിരുന്നു പറയാറുണ്ട്. ഇതിലൊരു പ്രാർത്ഥന പോലെയാണ് മരണമെത്തുന്ന നേരത്തെ സ്പിരിറ്റിൽ ഉപയോഗിച്ചിട്ടുള്ള പാട്ട്. ആക്ച്വലി ഇപ്പോ വളരെ പ്രിയപ്പെട്ട ഒരാളോട്, ഒരു കാമുകിയോട്, ഭാര്യയോട്, അല്ലെങ്കിൽ ഒരു ഇണയോട്, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് ഒരു മനുഷ്യന് പറയാനുള്ള ഒരു അവസാന വാചകം പോലെയല്ലേ, അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയാണ്. നിങ്ങൾ ഇതിന്റെ അടുത്തിരിക്കണം കേട്ടോ എന്ന് പറയുന്നതിന്റെ ഭയങ്കര ഒരു അടുപ്പം തോന്നുന്ന ഒരു പാട്ടാണത്. ഫെജോ, ഇപ്പോ റാപ്പിലും പാട്ടിലുള്ള എഴുത്ത് രീതികളുടെ വ്യത്യാസങ്ങൾ എങ്ങനെയാണ് ഫെജോ? എനിക്ക് തോന്നുന്നു റാപ്പേഴ്സിന് കുറച്ചും കൂടി സ്വാതന്ത്ര്യം ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പം ബാക്കിയുള്ളവരും മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുമ്പോൾ അവർ തരുന്ന ഒരു ട്യൂണിനകത്ത് വർക്ക് ചെയ്യണമല്ല. നമുക്ക് പക്ഷേ അങ്ങനെ ഇല്ല. അതായത് അവർ തരുന്നൊരു ബീറ്റിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫ്ലോ, അതിൻ്റെ ഒഴുക്ക് നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ റാപ്പേഴ്സിന് കുറച്ചും കൂടി സ്വാതന്ത്ര്യം ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ പ്രാസം ഒപ്പിക്കുന്നത് പാട്ടുകളിലുണ്ടെങ്കിലും ഇൻറ്റേർണലി എങ്ങനെ പ്രാസം ഒപ്പിക്കും, റൈം സ്കീംസ് എങ്ങനെ വരും, ഒരു വരിക്ക് തന്നെ രണ്ടർത്ഥം ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്നൊക്കെയുള്ള ഒരു പരിപാടികളുണ്ട് റാപ്പിന്. അപ്പം അങ്ങനത്തെ രീതിയിലൊക്കെ എഴുത്തുകൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിട്ടുണ്ട് ചെറുപ്പം മുതലേ. അപ്പം ഈ തരുന്ന സ്വാതന്ത്ര്യമാണ് എനിക്ക് തോന്നുന്നത് മറ്റുള്ള ലിറിസിസ്റ്റിൽ നിന്ന് റാപ്പേഴ്സിനെ വ്യത്യസ്തമാക്കുന്നത്. ഫെജോ ഒരു റാപ്പ് എഴുതുമ്പോൾ ഒരു താളം, ഇപ്പൊ ഇവർക്കൊക്കെ ഫെജോക്കായാലും ചില മ്യൂസിക് ഡയറക്ടേഴ്സ് ഈണം തരും. ഇപ്പൊ റാപ്പ് എഴുതുമ്പോൾ തന്നെ ചിലപ്പോൾ ജെയ്ക്സ് ബിജോ ഒക്കെ റാപ്പുകൾ ചെയ്യുന്നുണ്ട്, മറ്റുള്ളവരുടെ വേടന്റെ അടക്കമുള്ളൊക്കെ സുഷീനൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു താളവും ഈണമൊക്കെ തരുമല്ലോ, അതെല്ലാം സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഫെജോന്റെ റാപ്പുകൾക്ക് ഫെജോ എവിടെ നിന്നാണ് തീരുമാനിക്കുന്നത്? ആദ്യം താളത്തിൽ നിന്നാണോ വരികളിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ വരികളിൽ ഫെജോ തന്നെ ഡിസൈൻ ചെയ്യുന്നതാണോ ഈണം? രണ്ട് രീതിയിലും ചെയ്യാറുണ്ട്. ഇപ്പൊ ചില മ്യൂസിക് ഡയറക്ടേഴ്സ്, ഇപ്പൊ ഷാനിക്കടൊപ്പം വർക്ക് ചെയ്യുമ്പോൾ ഷാനിക്ക പറയും ഈ ഒരു സാധനം ചെയ്തോ, ലിറിക്സ് എഴുതിക്കോ, എന്നിട്ട് നമുക്ക് ബീറ്റ് പിന്നെ നോക്കാം. സുഷിൻ്റെ ഒപ്പം വർക്ക് ചെയ്തപ്പോൾ ആദ്യമേ തന്നെ പുള്ളി ഒരു ബീറ്റ് കമ്പോസ് ചെയ്തു, അപരാധ പങ്ക എന്നുള്ള അതിൻ്റെ ഒരു ബീറ്റ് പുള്ളി ഒരു സാധനമൊക്കെ വായിച്ച് ലൈവായിട്ട് ചെയ്ത്. അപ്പോൾ അത് കേട്ട ആ ഒരു ഇമോഷനിൽ അവർ പറഞ്ഞത് പാർട്ട്നേഴ്സ് ഇൻ ക്രൈം എന്നുള്ളതാണ് അവർ പറഞ്ഞ സംഭവം. അതായത് രണ്ട് കൂട്ടുകാർ, അവർ കുറച്ച് ക്രൈം ചെയ്യുന്ന ആൾക്കാരാണ്, എന്നാൽ അവർക്കിടയിലൊരു ഭയങ്കര സൗഹൃദമുണ്ട്. അപ്പോൾ പാർട്ട്നേഴ്സ് ഇൻ ക്രൈം ഞാൻ നോക്കിയപ്പോൾ എല്ലാ അപരാധങ്ങൾക്കും കൂട്ടു നിൽക്കുന്ന ഒരു പങ്കാളി. അപ്പൊ അതിനെ പരിഷ്കരിച്ച അപരാധ പങ്ക എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പാട്ട് ചെയ്തത്. അത് പുതിയ കാലത്തിൻ്റെതായ ഒരു വാക്ക് പോലെ ചെയ്തതാ. അപ്പൊ അത് ബീറ്റ് വന്നതിന് ശേഷം നമ്മൾ ഓരോ വാ സഞ്ചരിച്ചിടാം എൻ്റെ വഴിയിലൂടെ, ചുറ്റി കറങ്ങിടാം ഈ നാടിനിടയിലൂടെ, കറുത്ത കല്ലുവെല്ലും കരുത്തിന്നും ഉണ്ടുകൂടെ, മനസ്സിൽ പല വിചാരം ഇങ്ങനെയൊരുണ്ടുകൂടെ, നിന്നു കത്തിച്ചേതന നേരിടുന്നു യാതന. അപ്പൊ ആ
കവിത തന്നെയാണ് റാപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ അതിനൊരു ബീറ്റിന്റെ ചട്ടക്കൂടിനകത്ത് ആഡ് ചെയ്ത് എങ്ങനെ ഒഴുകുന്നു എന്നുള്ളതാണ് റാപ്പ്. ഫെജോ, ഇപ്പോ ആദ്യമായിട്ട് ഇപ്പോ റെക്കോർഡ് ചെയ്യപ്പെട്ടുള്ള എല്ലാം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. അതെ. ഫെജോ ചുരുട്ടിക്കളഞ്ഞ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കിടയിൽ മാത്രം പാടില്ല, ഇനി എപ്പോഴെങ്കിലും റെക്കോർഡ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചുള്ള ഫെജോന്റെ സ്വന്തം റാപ്പ് ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി മൂളാവും. ഞാൻ ഒന്ന് ചുരുട്ടി കൂടി കളയാറില്ല. റെക്കോർഡ് ചെയ്യപ്പെടാത്തത് ഇതുവരെ എഴുതി വെച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരപ്പെടും. അങ്ങനെ ഉപകാരപ്പെടാൻ വേണ്ടി മാറ്റി വെച്ച എടുത്തു വെച്ച അപ്പൊ ഞാൻ ഒരു പുതിയ സാധനം, അപ്പൊ അതില് മറ്റേ കുറച്ച് മാർവൽ അങ്ങനത്തെ റെഫറൻസുകളൊക്കെ ഉള്ള സാധനം. ഓക്കെ. നമ്മൾ ക്യാപ്റ്റൻ അമേരിക്ക, വി ക്യാൻ ഡു ദിസ് ഓൾ ഡേ, മേലും മൊത്തമേ പരിക്ക എന്നാലും ഇല്ല ഡിലേ, നാവിൽ തേനുള്ള വരിക്ക, വാട്ട് ടു ഡു വാട്ട് ടു സേ, വൈരികളെല്ലാമേ സിലിക്ക, വി ഗോണ സ്ലേ, എങ്കിലും ഇല്ല ലവ്, വെറുപ്പിൻ വികാരം എല്ലാം റാക്കിൽ, വിഷം പുരട്ടിയ കുന്തവുമായി അവർ ബാക്കിൽ, ജീർണിച്ച മനുഷ്യത്വം തോളിലെ ചാക്കിൽ, വേദനകൾ ഒരു കെട്ടായി ബാഗിൽ ബാണ്ടക്കെട്ടിൽ പാക്കിൽ. നിങ്ങൾക്കില്ലേ ഇപ്പൊ വിദ്യാസാഗറിന്റെയും AR റഹ്മാന്റെ ഒക്കെ പാട്ടുകൾ എഴുതിയവരാണ്. പിന്നെ ഗോപിസുന്ദറിന്റെ, ജെയ്ക്സ് ബിജോയിന്റെ, അല്ലെങ്കിൽ മറ്റേ ജസ്റ്റിൻ വർഗീസിന്റെ, വിഷ്ണു വിജയനൊക്കെ പാട്ടുകൾ എഴുതിയവരാണ് നമ്മളെ കൂടെ ഉള്ളത്. അത് ചോദിച്ചല്ലേ എപ്പോഴാണ് ഒരു ലിറിസിസ്റ്റ് ആയെന്നത് ചോദിച്ചല്ലോ. എനിക്ക് തോന്നുന്നു ഇവരുടെ ഒക്കെ കൂട്ടത്തിൽ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഞാനും ഗാനരചയിതാവ് ആണല്ലേ എന്നുള്ളൊരു അംഗീകാരം കിട്ടിയത്. ഈ ഗാനങ്ങൾ തന്നെയാണ് ഇതിന്റെ മൊത്തത്തിൽ ഇതിനെ അല്ലേ നമ്മൾ ലേബൽ ചെയ്യുമ്പോൾ പാട്ടായിട്ടാണ് നമ്മളിത് പറയുന്നത്. റാപ്പ് എന്നൊക്കെ ഇതിന്റെ കാറ്റഗറി മാത്രമാണ്. നിങ്ങളിപ്പോ 1000 മുറ പാടാത്ത എന്റെ കുടുംബത്തിലൊക്കെ എന്റെ പരിചയത്തിലൊക്കെ ഉള്ള 5-4 വയസ്സുള്ള കുട്ടി പാടുന്ന പാട്ടുകളിൽ ഒന്ന് നിങ്ങളെ പാട്ടാണ്. അപ്പൊ നിങ്ങൾ ഗാനം എഴുതിയവരാണ്. അത് എവിടെയെങ്കിലും കടലാസിൽ എഴുതിയിട്ടുണ്ടോ എന്നുള്ളതല്ല വിഷയം. നിങ്ങളെ മനസ്സിൽ വന്ന് വരുന്ന ഭാവനകളാണല്ലോ. സുഹൃത്ത്, എപ്പോഴെങ്കിലും നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിപ്പെട്ടുള്ള ട്യൂണുകൾ ഇഷ്ടപ്പെടാഞ്ഞിട്ട് തള്ളിയിട്ടുണ്ടോ? എഴുതാൻ പറ്റാതെ പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി? അല്ല, അങ്ങനെ ഇഷ്ടം പോലെ ഒന്ന് കുറെ എന്റെ പരിമിതികളുണ്ട്. നമ്മൾ ചെയ്ത് നോക്കി തന്നെ നമുക്ക് ഇഷ്ടപ്പെടാത്ത, നമുക്ക് തന്നെ സ്വയം ഇഷ്ടപ്പെടില്ല. നമ്മൾ ഫസ്റ്റ് നമ്മളെല്ലാവരും സ്വയം സെൻസറും ചെയ്തിട്ടാണ് ഇത് വിടുക. അപ്പം എനിക്ക് വഴങ്ങാത്ത പരിപാടി ഉണ്ട്. ഇപ്പൊ വിനായകൻ എന്നെ വിളിച്ചു പറയും, ഞാൻ എഴുതുന്നില്ല, എഴുതിക്കൂ, നീ എഴുതി നിന്റെ പേര് പറഞ്ഞിട്ട് അവിടെ അവർ വിളിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും അങ്ങോട്ട് കൂട്ടാൻ നമുക്കറിയാമല്ലോ, എല്ലാവരുടെയും സ്ട്രെങ്ത് അറിയാം, വീക്ക്നെസ് അറിയാം, അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ നോക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ കുറെ പാട്ടുകൾ വേണ്ട, ഞാൻ പറയടാ നടപടി ആവില്ല. അപ്പൊ എനിക്ക് ഭയങ്കര മെലഡിയസ് പരിപാടി ഭയങ്കര പാടാ പിടിക്കാൻ. എനിക്ക് അത്രയും വാക്കിലുള്ള പിടുത്തില്ലാത്തതുകൊണ്ട് അങ്ങനെ ഇപ്പൊ ഗോവിന്ദ് ഒക്കെ എനിക്ക് അയച്ചു ഇടക്കൊക്കെ. അപ്പം എനിക്ക് കേൾക്കുമ്പോഴേ എനിക്ക് മറ്റേ നമ്മളെ പാൽത്തു ജാൻവറിലെ മറ്റേ പാട്ട് കിട്ടിലും അല്ല, അതും ഒക്കെ ഒരു ഇച്ചിരി വ്യത്യസ്തത്തിലാണോ അത് നിൽക്കണം. ഞാൻ അതിനേക്കാളും കുറച്ചുകൂടെ മെലോഡിയസ് സാധനം ഇപ്പൊ ജെയ്ക്സ് എനിക്ക് അയച്ചിട്ട് ഞാൻ പറയാം, എനിക്ക് ഒട്ടും പറ്റില്ല എനിക്ക് അങ്ങനെ. അപ്പൊ ആരെയും സജസ്റ്റ് ചെയ്യാൻ പൊതുവെ അത് നമ്മൾ ഓരോ ജോണറാണല്ലോ. അപ്പൊ അതിൽ നമുക്കൊരു വലിയൊരു പാലറ്റ് പക്ഷെ നമ്മുടെ ഈ സദസ്സിൽ തന്നെയാണെങ്കിലും പുറത്താണല്ലോ ഇപ്പൊ മോസിം മുതല്, അൻവറിക്ക മുതല്, റഫീഖിക്ക മുതല് ഇങ്ങനെ കിടക്കാനുള്ള ഈ അത് നമുക്ക് അത്രയും പാലറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് കുറെ ധാരണ ഉണ്ടല്ലേ, ഇത് ഇയാൾ പൊളിക്കും അല്ലെ, അതിലൊരു 2-3 ഓപ്ഷൻ ഉണ്ടാവും. മലയാളത്തിന് അങ്ങനെ ഒരു ബ്ലെസ്ഡ് ആണ് നമ്മുടെ ഏരിയയിൽ എല്ലാവരും. അങ്ങനെ ഒരു ഭയങ്കര ഡെപ്ത് കൊണ്ടുവരേണ്ട സ്ഥലത്തുണ്ടാവും, ഒരു കളിതമാശ പിടിക്കേണ്ട അങ്ങനെ ഉണ്ടാവും. അപ്പം അങ്ങനെ പിന്നെ ഇതിലെല്ലാവരും തന്നെ ഈ സിനിമാ പാട്ട് എഴുത്തെന്ന് പറയുമ്പോൾ നമ്മളെ സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്ന അനുസരിച്ച് രൂപം മാറ്റം സ്വയം വരുത്താൻ കേപ്പബിലിറ്റി ഉള്ള ആൾക്കാരാണ് എല്ലാവരും. ഇപ്പൊ ഞാൻ എഴുതുന്ന പാട്ട് അങ്ങനെ അല്ല, ഇതൊരു അപ്പൊ പഴയ പാട്ട് റഫീഖ പറഞ്ഞോളൂ, പഴയ പാട്ട് പുതിയ പാട്ടൊന്നുമില്ല, സത്യം ആ സമയത്തിന്റെ പാട്ട് എന്നുള്ളൂ. എപ്പോഴും കാലഘട്ടമാണ് അതിനെ ഡിറ്റർമിൻ ചെയ്തുകൊണ്ടിരുന്നത്. എപ്പോഴും ഞാൻ ഇപ്പൊ ഭാസ്കരൻ മാഷി ഇലുമിനാറ്റി എഴുതിയാണ് ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ വിചാരിക്കാം. കാരണം അതാണ് ആ നീഡ് സൊസൈറ്റിയും കാലഘട്ടവും കൂടെ നമ്മളെ പുഷ് ചെയ്യണല്ലോ. നിങ്ങൾ വലിയ ഭാസ്കരൻ മാഷ് ഫാനാണെന്ന് എനിക്കറിയാം. അപ്പോ ഭാസ്കരൻ മാഷ് എപ്പോഴെങ്കിലും ഒക്കെ ഇങ്ങനെ ഈ പറയുന്ന പാട്ട് എഴുതുന്ന സമയത്തടാ ഇങ്ങനെയാണോ നീ എഴുതുന്നൊരു ഉൾവിളി പിടിച്ചു വലിക്കാറുണ്ടോ? അത് അങ്ങനെയില്ല. അല്ല, ഞാൻ ജെനുവിൻലി വിചാരിക്കണത് ഞാൻ ഈ ഒരു സമയത്തെ അടയാളപ്പെടുത്താനാണ് നോക്കുന്നത്. അതിൻ്റെ ഇടക്കൂടെ തന്നെ ഈ പ്രയോഗങ്ങൾ, അതിൻ്റെ രീതികൾ പരമ്പരാഗതമായ രീതികൾ തന്നെ എന്നുള്ളത്. ഇപ്പൊ നമ്മൾ ചിറാപ്പുഞ്ചി എന്ന് പറഞ്ഞൊരു പാട്ട് ഇപ്പോഴെന്താണ്, അപ്പൊ അതിൻ്റെ അകത്ത് പോകേണ്ട ദൂരം ഒരാളും കൂട്ടിനില്ലാതെ എന്ന് പറയുന്നത് എനിക്ക് അതിൻ്റെ റെഫറൻസ്, അതിൻ്റെ ആലോചന തുടങ്ങണത് കാനനച്ചാലയിൽ ആടുമേക്കാനുള്ള ചോലയിൽ ആടുമേക്കാൻ. അപ്പൊ അവിടെ ഇപ്പൊ ഒന്ന് വനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടെ ഒന്ന് കൊണ്ടുപോകൂ, അവിടെയാണ് നിൽക്കുന്നത്. അപ്പൊ ഒരു ആസ്കിങ് ഉണ്ടല്ലോ, എന്നെ കൂടെ ഒന്ന് കൊണ്ടുപോകും, പ്ലീസ് ടേക്ക് മീ ദേർ എന്ന് പറയുന്ന ഒരു പെർമിഷൻ ചോദിക്കുന്ന പരിപാടിയിൽ നിന്ന് നേരെ ആരും ഇല്ലാതെ പോവാം, ക്യാൻ ബി ഗോ വിതൗട്ട് എനി വൺ എൽസ് എന്നുള്ളൊരു ചോദ്യത്തിലേക്ക് അത് തലമുറയുടെ ചേഞ്ച്. അപ്പൊ ഞാൻ അങ്ങനെ ഒന്ന് അടയാളപ്പെടുത്താൻ നിൽക്കും. ഇപ്പോ പിന്നെ പൊട്ടുകുത്താൻ ഫോൺ എടുത്തേ പിന്നവള് എന്ന് പറയാം. അവള് ഫോൺ എടുത്ത് നോക്കിയിട്ട് പൊട്ടുകുത്തുകയാണ് അവള് ക്യാമറയിൽ. അപ്പൊ അത് ഇതിനു മുമ്പ് വാൽക്കണ്ണാടി നോക്കി അല്ലെ പുഴയിൽ നോക്കിയിട്ട് പൊട്ടുകുത്തുന്ന സ്ഥലത്തു നിന്നുള്ള ഡിപ്പാർച്ചർ. ആ സെയിം പാരമ്പര്യത്തിൽ തന്നെ
ഞാൻ എങ്ങനെയാണ് ഇതിനെ പുതിയതിലേക്ക് നമുക്ക് പുതിയ ജനറേഷനെ കണക്ട് ചെയ്യുന്ന സ്ഥലത്തിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ കഴിയുമെന്ന് ഒരാലോചന എപ്പോഴും ഉണ്ട്. അപ്പം അത് ഞാൻ ചോദിച്ചാൽ, കാരണം അടുത്ത ജനറേഷൻ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ പുതിയ ജനറേഷന് റിലേറ്റ് ചെയ്യാൻ പറ്റാണ്ടായി പോകുമെന്നൊരു സാധനമുണ്ട്. പഴയ സാധനങ്ങളിൽ പഴയ ബിംബങ്ങൾ വരുമ്പോൾ ഇപ്പം അവരുടെ പ്രണയം നടക്കണത് മൊബൈലിനകത്താണല്ലോ. അപ്പം വിരഹം എന്ന് പറയുന്നത് ബ്ലോക്ക് ചെയ്യുമ്പോഴാണല്ലോ. അപ്പം ആ ബ്ലോക്ക് ചെയ്യുമ്പോൾ ഒരാൾക്ക് കിട്ടണ വിരഹം ഇപ്പം നമ്മുടെ വേറെ ഇതിനു മുന്നേ ഉള്ള ഭാഷയിലോ കവിതയിലോ മിസ്സിങ് ആയതുകൊണ്ട് ഇതിനെങ്ങനെയും നമുക്ക് നല്ല രീതിയിൽ, അതിൽ ഞാൻ കേപ്പബിൾ ആണെന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് എൻ്റെ ശ്രമം അതാണ്. ആ എന്നെ ബ്ലോക്ക് ചെയ്തപ്പോൾ എനിക്ക് അനുഭവിച്ച വിരഹത്തിന്റെ പെയിൻ എനിക്ക് അത് ഏതെങ്കിലും ഭാഷയിലോ ഒരു സിമ്പിളിന്റെ രൂപത്തിലോ കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളൊരു ആലോചനയാണ് എപ്പോഴും ഉള്ളത്. അപ്പം ഞാൻ നോക്കുന്നത് അത് ഓക്കെ, സേഫ് ദെയർ. നമ്മളപ്പം വലിയ പരീക്ഷണമല്ലേ, ആ ഇമോഷനെ കൈവിടാതെ അതിനെ പുതിയ ഭാഷയിലൂടെ അവതരിപ്പിക്കുന്നു, അല്ലെ പുതിയ ബിംബങ്ങളോട് അവതരിപ്പിക്കുന്നു. അരിയേട്ടന് എഴുതിയതിൽ പൂർണ്ണമല്ലാന്ന് തോന്നുന്നുള്ള ഏതെങ്കിലും പാട്ടുകളുണ്ടോ? തിരിഞ്ഞു നോക്കുമ്പോൾ ഇങ്ങനെ ആ പാട്ടിന്റെ സാഹിത്യം, ആ പാട്ടിന്റെ ഭാവന എനിക്ക് പൂർണ്ണമാകാൻ പറ്റി. 90% പാട്ടുകൾ അങ്ങനെ തന്നെ. ഇത് എന്താണെന്നറിയോ, ഇത് സമയബന്ധിതമാണ്. ഒന്ന്, നമ്മുടെ ഒരു ചോയ്സിന്റെ അപ്പുറത്തുള്ള ഒരാൾ ഉണ്ടായിരിക്കും, അവർക്കും കൂടി ഇഷ്ടമാവണം. ഒരു മ്യൂസിക് ഡയറക്ടർ ഉണ്ടാവും, ഡയറക്ടർ ഉണ്ടാവും. ഇതൊരു എല്ലാവരുടെയും ഒരു കോളല്ലേ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉള്ളൊരു ആളാണ്. അപ്പം ഇത് ആദ്യമൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഏത് പോയിന്റിൽ എല്ലാവരും ഓക്കെ പറയുന്നു, ആ പോയിന്റിൽ ആ പാട്ടിനെ അങ്ങോട്ട് വിടുക എന്ന് തീരുമാനിച്ചു. പിന്നെ നേരത്തെ ഇപ്പോൾ വിനായകൻ പറഞ്ഞ പോലെ ആ ഒരു സാഹചര്യത്തിൽ എൻ്റെ പരിമിതി, ആ സിറ്റുവേഷൻ്റെ ഡിമാൻഡ് ചെയ്യണത്, ഇതൊക്കെ വെച്ചിട്ട് ആ ലിമിറ്റേഷനിൽ ചെയ്തു. പിന്നെ റീവിസിറ്റ് ചെയ്യുമ്പോൾ അത് പ്രശ്നം ഉണ്ടായിരിക്കും ഉറപ്പായിട്ട്. എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ പാട്ടിലും റീവിസിറ്റ് ചെയ്യുമ്പോൾ പ്രശ്നം തോന്നാറുണ്ട്. അതുകൊണ്ട് അപ്പോൾ അതിന് ഏറ്റവും പറ്റിയ എളുപ്പമുള്ള പണി എന്താണെന്ന് വെച്ചാൽ നമ്മൾ റീവിസിറ്റ് ചെയ്യാതിരിക്കുക. വളരെ സിമ്പിൾ മതി. വിനായകൻ ഇങ്ങനെ ഒന്നുകൂടി എഴുതണം എന്ന് തോന്നിയിട്ടുള്ള വിനായകന്റെ പാട്ടുകൾ ഏതൊക്കെ? ഒന്ന് കുടഞ്ഞിട്ട് ഒന്നുകൂടി ആറിയിടണം എന്ന് തോന്നിയിട്ടുള്ള പാട്ടുകൾ ഇപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ എനിക്ക് വളരെ അധികം ഇഷ്ടമുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ് വിദ്യാസാഗർ സാർ. എനിക്ക് ഇപ്പോൾ വിദ്യാസാഗർ സാറായിട്ട് വർക്ക് ചെയ്യാൻ ഒരു ചാൻസ് കിട്ടി. കോവിഡ് സമയത്തായിരുന്നു. സോളമന്റെ തേനീച്ചകൾ എന്നുള്ള സിനിമ. അപ്പൊ അതിലെ പാട്ടുകൾ സത്യത്തില് ഒന്ന് ഇടപെട്ടോടെ, സോറി. വിനായകന്റെ ഏറ്റവും മികച്ച ലിറിക്സ് ഉള്ള ഒരു സിനിമയാണെന്ന്, ആൽബമാണെന്നാണ് എനിക്ക് വളരെ പേഴ്സണൽ ആയിട്ട് അഭിപ്രായം. സോളമന്റെ തേനീച്ചകൾ. അതിൽ വിരൽ തൊടാൻ എന്നുള്ള പാട്ടിനെ കുറിച്ച് ഞാൻ പറയാൻ വരുമായിരുന്നു. ഗംഭീര ലിറിക്സ് ആണ്. പക്ഷെ ആ പാട്ട് ഒരു 10-15 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ ചർച്ച ചെയ്യും. താങ്ക് യു. അപ്പൊ അതില് പാട്ടുകള് ലാൽ ജോസ് സാർ, ഇപ്പൊ കോവിഡ് സമയത്തായതുകൊണ്ട് ഞാനും ലാൽ ജോസ് സാറും കൂടെ, ലാൽ ജോസ് സാറിന്റെ കൊച്ചിയിലുള്ള ഫ്ലാറ്റിലിരിക്കും, വിദ്യാസാഗർ സാറ് മറ്റേ ഫേസ് ടൈമിൽ വരും. അപ്പൊ ഞങ്ങൾ അങ്ങനെ കണ്ടാണ് തുടങ്ങിയത്. അതിനുശേഷം കോവിഡ് ലോക്ക്ഡൌൺ റെസ്ട്രിക്ഷൻസ് ഒന്ന് കഴിഞ്ഞപ്പോൾ ചെന്നൈയിലേക്ക് പോയിട്ട് അവിടെ പോയി ബാക്കി അവിടെ ഇരുന്ന് എഴുതി. അപ്പൊ എനിക്ക് ഒരു പാട്ടിൽ എത്ര എഴുതിയിട്ട് ഞാൻ പറഞ്ഞു 1 വർഷം കൂടെ തരാം, വേറൊരു പല്ലവിയും കൂടെ തരാം. ഇപ്പോൾ കുറെ കഴിഞ്ഞ് തിരിച്ച് എല്ലാം കഴിഞ്ഞ് ചെന്നൈയിൽ നിന്ന് മടങ്ങുന്ന ഫ്ലൈറ്റിലും ഞാനിരുന്ന് എഴുതിക്കൊണ്ടിരിക്കുക. അപ്പൊ അവസാനം ലാൽ ജോസ് സാർ തോള് തട്ടിയിട്ട് പറഞ്ഞു, എടാ മതി, നീ ആവശ്യത്തിൽ കൂടുതൽ എഴുതി എന്ന് പറയാറുണ്ട്. അപ്പൊ അതുപോലെ നമ്മുടെ രോമാഞ്ചത്തിന്റെ ആവേശത്തിന്റെ ഡയറക്ടർ ജിത്തുവിന്റെ ഒരു ഇന്റർവ്യൂവിൽ ജിത്തു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു സമാഹാരം പ്രസിദ്ധീകരിക്കാനുള്ള വരികൾ രോമാഞ്ചത്തിന് ആവേശത്തിന് വേണ്ടി വിനായകൻ എഴുതിയിട്ടുണ്ട്. കാരണം ഇപ്പൊ നിങ്ങൾ രോമാഞ്ചത്തിൽ 5 പാട്ടുണ്ട്, ആവേശത്തിൽ 7 പാട്ടുണ്ട്, 7-8 പാട്ടുണ്ട്. അത്രയൊന്നുമല്ല, ഒരു 18-20 പാട്ടിനുള്ള വരികൾ വേറെ എവിടെ എടുത്തു വെക്കോ? ഡയറി ഉണ്ടോ അതിന് വേണ്ടിട്ട്? പിന്നെ അത് ആ സിനിമയ്ക്ക് വേണ്ടി എഴുതി പോയതാ. ഇനി അതുപോലത്തെ ഒരു സിനിമ ഒന്നാ മാത്രമേ ഇടാൻ പറ്റുള്ളൂ. അപ്പൊ ഇഷ്ടംപോലെ എഴുതും, ഇഷ്ടം മാതിരി എഴുതും. ചിലപ്പോ 2 ചരണം നോക്കി, ഇപ്പൊ പാട്ടിന്റെ ലെങ്ത്തുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. പണ്ട് 5-6 മിനിറ്റ് 7 മിനിറ്റ് ഒക്കെ ഉള്ള പാട്ട് ഇപ്പൊ 4, 3, 2, 2.5 ഒക്കെ ആയാൽ തന്നെ 2.5 മിനിറ്റ് ആരെങ്കിലും കേൾക്കുവോ? ഇതാണല്ലോ. അപ്പൊ പിന്നെ നമ്മളൊരു പാട്ടിന്റെ എക്സ്ട്രാ സ്റ്റാൻസ് ഒക്കെ അങ്ങ് കട്ടാവും ലാസ്റ്റ് മിനിറ്റിൽ. സുഷിൻ തന്നെ പറയും, അത് വേണ്ട, ആ സ്റ്റാൻസ് കട്ട്. അങ്ങനെ ആർമാദത്തിലും ഈ ഇല്ലുമിനാറ്റിയിലും അല്ലെങ്കിൽ അതിലുള്ള എല്ലാ പാട്ടിലും, അധോലോകം, എല്ലാ പാട്ടിന്റെ ഒരു ഫുൾ സ്റ്റാൻസ് വെച്ച് കട്ടായിട്ടുണ്ട്. എനിക്ക് അതിന്റെ അകത്ത് ഏറ്റവും പ്രിയപ്പെട്ട പാട്ട് തലതെറിച്ചവരാണ്, രോമാഞ്ചത്തിലെ. അതൊരു ഇതേപോലെ തന്നെ നേരത്തെ സോളമന്റെ തേനീച്ചകളിലെ ആൽബം, അത് വേറെ കൈൻഡ് ഓഫ് ചർച്ച ചെയ്യാൻ ഉറപ്പായിട്ടും അടുത്ത തലമുറ ചർച്ച ചെയ്യാൻ പോകുന്ന പാട്ടാണ്. പക്ഷെ തലതെറിച്ചവർ ഈ പറഞ്ഞ മാതിരി നമ്മളിപ്പോഴത്തെ ഒരു ജനറേഷന് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്ന ഏറ്റവും കൂടുതലും പരിപാടിയാണ് കേട്ടോ. എനിക്കും ഏറ്റവും സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ലിറിക്സിൽ ഒന്നാണ്. ഇപ്പോഴും മെസ്സേജസ് വരാറുണ്ട് തലതെറിച്ചവരുടെ കാര്യത്തില്. ഭയങ്കര വർക്കുമാണ് അത്, സുഷിന്റെ വർക്കുമാണ്. ഈ ഇപ്പോഴത്തെ പുതിയൊരു ട്രെൻഡ്, ഇത് പറഞ്ഞപ്പോ രോമാഞ്ചം ആവേശം പറഞ്ഞുകൊണ്ട് സംഭവമാണ്. ഇപ്പൊ ഞാൻ വളരെയധികം എൻജോയ് ചെയ്യുന്ന ഒരു കാര്യം ഇവര് ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല, ഈ ഷൂട്ട് കഴിഞ്ഞിട്ട് പാട്ട് എഴുതാന്നുള്ളത്. ഇപ്പൊ നമ്മുടെ കൊണ്ടാട്ടൊക്കെ വന്നത് അങ്ങനെയാണോ? അത് ഷൂട്ട് കഴിഞ്ഞിട്ട് പാട്ട് ഇറങ്ങി. അല്ല, ഞാൻ ഈ തുടരുമില്ല പാട്ടൊക്കെ ഷൂട്ട് കഴിഞ്ഞിട്ട് എഴുതിയത്. ഷൂട്ട് കഴിഞ്ഞ് ഒരു എഡിറ്റിംഗ് കഴിഞ്ഞിട്ട്
കൃത്യമായിട്ട് നമുക്ക് അറിയാം എവിടെ തുടങ്ങും, ഇതിന്റെ വിഷ്വൽ എന്താണ്. അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾ നിങ്ങൾ സിനിമന്റെ ഇതില് വേറെ വളരെ എന്താണെന്നറിയോ, ഇത് ചിലപ്പോ നമ്മളിപ്പോ ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ വിഷ്വൽ വെച്ച് എഴുതുമ്പോ ചില പാട്ടുകളിൽ സംഭവിക്കുന്നതാ. വിഷ്വൽ വെച്ച് നമ്മൾ എഴുതും, അപ്പൊ ഈ വിഷ്വലായിരിക്കും ഇപ്പോൾ അനുപല്ലവി തുടങ്ങുമ്പോൾ ഓക്കെ നമ്മൾ ഈ വിഷ്വലാണല്ലോ നമുക്ക് വരുന്നത്, ഇത് വെച്ച് പിന്നെ ഇവര് ഷഫിൾ ചെയ്യുന്നത് വീണ്ടും എഡിറ്റ് ചെയ്യും. അത് ചിലപ്പോൾ കണ്ടവർക്ക് മനസ്സിലാവില്ല. ഇത് പിന്നെ ഫൈനൽ ഔട്ട് വരുമ്പോ ചിലപ്പോ അയ്യോ ഇത് നമ്മൾ ആ വിഷ്വൽ വെച്ച് എഴുതിയതാണ്, അത് ചിലപ്പോ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്ന തരത്തിൽ അവർ വിഷ്വലൊക്കെ മാറ്റി കളയുമോ പിന്നെ എഴുതി കഴിഞ്ഞിട്ട്? എനിക്ക് ഈ ഒരു പരിപാടി കുറച്ചുകൂടെ ഗുണകരമായി സംഭവിച്ചിട്ടേ ഉള്ളൂ. ഈ ഷൂട്ടിന് മുമ്പ് എഴുതി കൊടുത്ത സാധനങ്ങൾ ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോൾ വേറെ രീതിയിലാവും. എന്നിട്ട് പറയും നമ്മൾ പ്ലാനൊക്കെ ഒന്ന് മാറി, ഷൂട്ടിന്റെ സമയത്ത് ആ സ്ക്രിപ്റ്റ് ഒന്ന് ചേഞ്ച് ആയി, സിറ്റുവേഷൻ തന്നെ മാറി, അപ്പോൾ ഇതൊന്നുകൂടെ കയറുന്നു പറയും. അപ്പൊ ആ 4 മാസം മുമ്പ് എഴുതിയത് വെറുതെ ആവും, നമ്മൾ വീണ്ടും ഒന്നേന്ന് പണിയെടുക്കണം. മറ്റേത് ഷൂട്ടിന് ഏതാണ്ട് സെൻസർ ചെയ്യാൻ ഒരാഴ്ചയേ ഉള്ളൂ, അല്ലെങ്കിൽ 3 ദിവസമേ ഉള്ളൂ. ഇന്നൊരു സാധനം വേണമെന്ന് പറയുമ്പോൾ പിന്നെ മാറ്റില്ലല്ലോ. ഇത് ഞാൻ ഫസ്റ്റില് എനിക്ക് ആഡ് ഓൺ ചെയ്യുന്നുള്ളൂ. ഇപ്പൊ എന്റെ 1983 ഒരുപക്ഷെ എന്റെ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കപ്പെട്ട പോലെ ഞാലിക്കുരുവി എന്ന് പറയുന്ന സോങ് ആയിരിക്കും. ആ സോങ് വിഷ്വൽ കണ്ടിട്ട് എഴുതിയതാണ്. 2012 അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. ആ പാട്ട് അങ്ങനെയാണ്. അത് ശരി. ഞങ്ങളിപ്പോ എല്ലാവരും തന്നെ ഇപ്പൊ സുഹേൽജി ആയാലും ഫെജോ ചിലപ്പോൾ സ്വന്തമായിട്ട് കുറേ പരിപാടികൾ, ഫെജോ തന്നെ താളം, ഫെജോ തന്നെ ഇണം, ഫെജോ തന്നെ ട്രാക്ക് ആയതുകൊണ്ട് ഇപ്പൊ റഫീഖ് ജി ആയാലും വിനായക് 30 വർഷത്തിന് ശേഷം നമ്മളെ റഹ്മാൻജി മലയാളത്തിൽ തിരിച്ചു വന്നപ്പോ ആ ലോട്ടടിച്ച വ്യക്തിയാണ് വിനായക്. മുമ്പ് അടിക്കേണ്ട ആടുജീവിതമായിട്ട് മുമ്പ് സംഭവിക്കുന്നത്. പക്ഷെ ഈ അങ്ങനെ ഒരു പ്രത്യക്ഷത്തിൽ വന്ന ആളാണ്. നിങ്ങൾ പലരും ഇപ്പൊ വാട്സാപ്പ് എഴുത്തുകാരായിരിക്കണം അല്ലേ? നിങ്ങൾ ഇപ്പൊ ധരൻ എന്ന് പറയുന്ന ആളുകൾ ചിലപ്പോൾ അന്ന് കണ്ടിട്ടുണ്ടോ ത്രില്ലർ സിനിമയുടെ ഷൂട്ടിന്റെ സമയത്ത് നിങ്ങൾ ഒരുമിച്ചിരുന്നിട്ടാണോ പാട്ട്? അതെ. ആ സമയത്ത് പോയിട്ട് ആ സമയത്ത് ഇത്രയും അത് ഈ ത്രില്ലർ എന്ന് പറയുന്ന സിനിമയുടെ നടക്കുന്നത് 2010 അന്ന് അപ്പൊ ഇപ്പൊ നിങ്ങൾ എല്ലാവരും തന്നെ ഇപ്പൊ റഫീഖ് ജി ആയാലും സുഹേൽ ആയാലും വിനായക് ആയാലും കൂടുതലും ഒരുമിച്ചിരുന്നിട്ടായിരിക്കില്ലല്ലോ പണിയെടുക്കുന്നുണ്ടാവുക. നിങ്ങൾ വാട്സാപ്പിൽ ട്യൂൺ കിട്ടുന്നു അല്ലെങ്കിൽ മെയിൽ അയക്കുന്നു, അങ്ങനെ ആയിരിക്കില്ല അല്ലേ? അതെ. ഞാൻ കംഫർട്ടബിൾ, ഞാൻ എന്റെ ഒരു സ്പേസ് ഇരുന്ന് എഴുതുന്ന, ഞാൻ വിളിച്ച അങ്ങനെ പോവാറില്ല. എനിക്ക് ഭയങ്കര പാടാണ്. ഓൺലൈനിൽ അവൈലബിൾ ആയിരിക്കും. എനിക്ക് പിന്നെ മറ്റേ ഒരു സഭാകമ്പം പോലും ഇവര് ഫ്രണ്ടിൽ ഇരുന്നിട്ട് നമ്മളെ അപ്പൊ തന്നെ ജഡ്ജ് ചെയ്യുന്ന ഒരു പരിപാടി എനിക്ക് ഇച്ചിരി നമുക്ക് ഒരു പേടിയും ഒരു മടിയും ഒക്കെ വരും. അപ്പൊ എന്റെ കറക്റ്റ് ഔട്ട്പുട്ട് വരുമില്ല. ഞാൻ പിന്നെ ഇവര് പറയുന്ന സ്ഥലത്തേക്ക് എന്നെ തളിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് പോകാൻ ഒരു ചായമുണ്ട്. എനിക്ക് അത്രയും എടാ നോ ഇല്ലാതെ ചെയ്യില്ല എന്ന് പറയാൻ അത്രയും പാടാം. ഇങ്ങനെ നമ്മളെല്ലാവരോട്ടും കുറച്ചുകൂടെ ആത്മബന്ധവും പുലർത്തുമല്ലോ. മ്യൂസിക് ഡയറക്ടർമാരോടൊക്കെ ഭയങ്കര നല്ല കൂട്ടമാണ്. അപ്പൊ പിന്നെ ഞാൻ വിചാരിക്കണം ഇത് എന്റെ ഔട്ടാണ്, അതാ പുള്ളിയുടെ സജഷൻസിൽ നിന്ന് വന്ന ഒരു സാധനമാണെന്ന് എനിക്കെന്നെ ഡൗട്ടാണെന്ന് പറയുന്നത്. അപ്പൊ ഞാൻ മാറിയിരുന്ന എഴുതാണ് എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ. അപ്പൊ ഞാൻ ഉമ്മാർത്തൊക്കെ പറയടാ, ഞാൻ വീട്ടിൽ നിന്ന് ചെയ്തോളാം, നിങ്ങൾ ട്യൂൺ അയച്ചോ, അല്ലെ ആദ്യം എഴുതാണേലും ഇതാണ്. പക്ഷെ ഈ പറഞ്ഞാൽ ഇപ്പം ഞാൻ റഫീഖാണ് ചോദിക്കുന്നത്, റഫീഖ് ഹർഷോമിന്റെ പാട്ട് ചെയ്ത് ട്യൂണില്ലാതെ എഴുതുകയാണ്. എന്നിരുന്നാലും ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് എല്ലാവരുടെയും മനസ്സിലൊരു ട്യൂൺ ഉണ്ടാവും. എപ്പോഴും നമ്മൾ ട്യൂണിൽ തന്നെ ഉണ്ടാവും. അതിലൊരു ഈണം നമ്മുടെ ഉള്ളിൽ ഏതോ എപ്പോഴും ചിലപ്പോൾ കോമൺ എവിടെ കേട്ടൊക്കെ, പക്ഷെ എന്നാലും നമ്മുടെ ഉള്ളിലൊരു ഈണം എപ്പോഴും. നിങ്ങൾ സൂക്ഷിക്കും അങ്ങനെ എല്ലാ ലിറിസിസ്റ്റുകളും? അങ്ങനെ ഇപ്പൊ പാട്ടെഴുത്ത് പ്രൊഫഷണൽ ആക്കിയപ്പോൾ അങ്ങനെ റഫീഖിയൊക്കെ സൂക്ഷിക്കാറുണ്ടോ? സുഹേൽ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു കമ്പനങ്ങൾ ഉള്ളിൽ ഉണ്ടാവുമോ? അല്ല, അതിൽ ഇപ്പൊ സുഹേൽ പറഞ്ഞാലൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ, ഇപ്പൊ നമ്മളിപ്പം ട്യൂൺ തരാതെ എഴുതിക്കോളൂ, ഒരു കവിത എഴുതിക്കോളൂ ട്യൂൺ ചെയ്യാന്ന് പറയുമ്പോഴേ സ്വാഭാവികമായിട്ട് നമുക്കൊക്കെ ഒരു ട്യൂണൊക്കെ തോന്നിയിട്ട് തന്നെ എഴുതും. വെറുതെ അങ്ങനെയല്ലല്ലോ, എന്തെങ്കിലും താളത്തിലോ അല്ലെങ്കിൽ ട്യൂണിലാണ് എഴുതുന്നത്. പക്ഷെ നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള, നമ്മൾ വിസ്മയിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സംഗീതം അതിന് വരുന്നു. അതാണ് ശരിക്കും പാട്ടെഴുത്തുകാരന് ശരിക്കും സന്തോഷം കിട്ടുന്നൊരു കാര്യം. മറ്റേ നമുക്ക് ട്യൂൺ ഓൾറെഡി അറിയാം ഈ പാട്ട് എന്തായി തീരുന്നുള്ളത്. എങ്ങനെ ഒരു ട്യൂൺ തന്നു, തന്നു, അത് നമ്മൾ എന്ത് വാക്ക് എഴുതി കഴിഞ്ഞാലും ചിലപ്പോൾ നന്നാവാം, മോശം എന്താണെന്നുള്ളത് നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും. മറ്റേത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പൊ ഇതില് ഈ സൂഫി പറഞ്ഞ കഥയിൽ തെക്കിനി കോലായ ചുമരിൽ ഞാൻ എൻ്റെ പൊട്ടിയ കൈവെള്ള തുമ്പിനാലെ എന്നൊരു പാട്ട് എഴുതിയിട്ടുണ്ട്. അതൊരിക്കലും അങ്ങനത്തെ ഒരു ട്യൂണിൽ അത് വരും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അത് വളരെ മനോഹരം. അദ്ദേഹം 5-6 ട്യൂണൊക്കെ ചെയ്തു. മോചിതാര. അപ്പൊ അങ്ങനെ അപ്പോഴാണ് എഴുത്തുകാരെന്നുള്ള നിലയ്ക്ക് നമുക്ക് വല്ലാത്തൊരു ഒരു അമേസിംഗ് ആയിട്ടുള്ള ഒരു അനുഭവമായിരിക്കും. അപ്പൊ നിങ്ങള് കൂടുതൽ നിങ്ങൾ എല്ലാവരും തന്നെ ഫെജോ മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാവരും കൂടുതലും ഇല്ല, ഫെജോന്റെ സ്വന്തം പരിപാടി ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഒറ്റ ഫെജോ തന്നെ മണ്ണടിക്കുന്നതും കല്ലടിക്കുന്നതും കെട്ടിപ്പൊക്കുന്നതൊക്കെ. അപ്പൊ നിങ്ങളെല്ലാവരും ബാക്കി എല്ലാവരും ഇപ്പൊ അരിയേട്ടനായാലും വിനായകായാലും ഫിൻസി സുഹേലൊക്കെ കൂടുതലും നിങ്ങൾ ഈണത്തിനനുസരിച്ച് പാട്ട് ഉണ്ടാവുള്ളൂ. സംഭവിച്ച നിങ്ങളെ ഏതെങ്കിലും പാട്ടുകൾ ഞങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പറയും. നിങ്ങൾ എഴുതിയ കവിതകൾക്ക് അല്ലെങ്കിൽ എഴുതിയ വരികൾക്ക് ഈണം ഇട്ടിട്ട് ഞങ്ങൾ കേട്ട പാട്ടുകൾ ഏതൊക്കെയാണെന്ന്. ഇപ്പോൾ ഹരിയേട്ടൻ ഏതാണ് അങ്ങനെ ഒരു വളരെ അപൂർവം പെട്ടെന്ന് തന്നെ തോന്നുന്ന ഒരു പാട്ട് എന്ന് പറയുന്നത് ഒടുവിലെ യാത്രയ്ക്കായിന്ന്.
ഒരു അഗെയിൻ ഒരു മരണത്തിന്റെ പാട്ടാണ്, അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ, അത് ഞാൻ എഴുതിയിട്ടാണ് ട്യൂൺ ചെയ്യാണ് ചെയ്തത്. അങ്ങനെ അപൂർവമായിട്ട് ഉണ്ടാവാറുണ്ട്. പെട്ടോ ഓർമ്മ ഒന്നു പറഞ്ഞു. ശരി, റഫീഖ് ജി. എൻ്റെ കുറേ ഉണ്ട്. പി ജി പോലും ചെയ്തിട്ടുണ്ട്. പിന്നെ രമേശ് നാരായണനാണ് അധികം ചെയ്തിട്ടുണ്ടാവും. രമേശ് നാരായണന്റെ ഇപ്പൊ വീരപുത്രനിലെ തട്ടം പിടിച്ചു വലിക്കല്ലേ, അതൊക്കെ എഴുതി ട്യൂൺ ചെയ്തതാണ്. അവിടെ കണ്ണോട് മരണത്തിന് പിന്നെ കവിതയായിരുന്നു. അത് കവിതയായിട്ട് വന്നതാണ്, അത് പാട്ടായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അങ്ങനെ പിന്നെ ഞാൻ പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടും ഇതേപോലെ ഒക്കെ അങ്ങനെ തന്നെ, ഒക്കെ അതുപോലെ തന്നെ എഴുതിയിട്ടുള്ള ഒരു കുറെ അങ്ങനെയുണ്ട്. മലയാള സിനിമയിലെ വളരെ പ്രശസ്തമായ ഒരു ഡയലോഗ്, വളരെ പ്രശസ്തമായ ഒരു സിനിമയിലെ ഡയലോഗ്, സിദ്ധാർത്ഥ് ഭരതന്റെ കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗ് ഞാനിവിടെ കോട്ടയാണ്, എന്റേതല്ല, ശ്രീ രഞ്ജിത്ത് എഴുതി സംവിധാനം ചെയ്ത സിനിമയിലെ ഒരു ഡയലോഗാണ് സ്പിരിറ്റിലെ. കവിത എഴുത്ത് എന്ന തന്തയില്ലായ്മ ഞാൻ അവസാനിപ്പിച്ചു, ഇനി സിനിമാ പാട്ടെഴുത്ത് എന്ന ആഭിചാരം തുടങ്ങാൻ പോകുന്നു. എടശ്ശേരിക്കും വയലോപ്പള്ളിക്കൊക്കെ ഇവിടെ എന്ത് കിട്ടിയിട്ടുണ്ട്? ഇതിപ്പോ 12 വരി ഏഭ്യത്തരത്തിന് 10,000 ഉറുപ്പിക. ഈ ഒരു ഡയലോഗിനോട് പ്രൊഫഷണൽ ലിറിസിസ്റ്റുകളായിട്ടുള്ള നിങ്ങളുടെ റിയാക്ഷൻ അറിയാൻ ഞങ്ങൾക്ക്. അല്ല, സിനിമ ഡയലോഗുകൾ പലതും ഇതിനേക്കാൾ രൂക്ഷമായിട്ട് ഇപ്പോൾ ചിലപ്പോൾ സ്ത്രീവിരുദ്ധമായിട്ടുള്ള ഡയലോഗുകൾ ഉണ്ടായിരിക്കാം. അങ്ങനെ പലതരത്തിലുള്ള ഡയലോഗുകളും സിനിമയുടെ ചിലപ്പോൾ ആവശ്യത്തിന് വേണ്ടിയിട്ട് വരുന്നതാണ്. ഇതിനെ നമുക്ക് അങ്ങനെ എടുക്കാനൊന്നും പറ്റില്ല. ഇതിപ്പം നമ്മളിപ്പോൾ ഒരു മോണിറ്ററി ലെവലിൽ മാത്രം നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വൈലോപ്പള്ളിയുടെ കവിതയൊക്കെ കിട്ടിയതിൻ്റെ എത്രയോ മടങ്ങ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ എഴുതിയത് അവിടെ വൈലോപ്പള്ളിയുടെ കവിതയുടെ ഒരു സംസ്കാരത്തെ നിർമ്മിക്കുന്നതും അതിന് മുന്നോട്ട് കൊണ്ടുപോകുന്നതൊക്കെ അവിടുത്തെ ഒരു ഉത്തമ സാഹിത്യകൃതികളും കവിതയൊക്കെ തന്നെയാണ്. അതല്ലാതെ മറ്റൊന്നുമല്ല, അതിനൊന്നും അർത്ഥമൊന്നുമില്ല. അത് സിനിമയുടെ ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിൽ വന്നതായിരിക്കാം. പിന്നെ മാത്രമല്ല, ഇപ്പോൾ സിനിമാ പാട്ട് എഴുതിയിട്ടും പൈസ കിട്ടണമെങ്കിലൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എഴുതി ഉടനെ കിട്ടുന്നില്ല. അതിനെ അങ്ങനെ കാണേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. രണ്ടിനും അതിൻ്റെതായിട്ടുള്ള രണ്ട് മേഖലകളിൽ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ. സിനിമാ പാട്ട് ജനങ്ങൾക്ക് ആവശ്യമുണ്ട്, പാട്ട് ആവശ്യമുണ്ട്, അത് എഴുതുന്നു. അതുകൊണ്ട് ഇതിന് പകരമൊന്നുമല്ല. കവിതയ്ക്ക് അതിൻ്റെതായിട്ടുള്ളൊരു സമൂഹത്തിലെ കവിത പലതും ചെയ്യുന്നുണ്ട്. അതിൻ്റെതായിട്ടുള്ള ധർമ്മം നിർവഹിക്കാനുണ്ട്. റിയാക്ഷൻ ഇല്ല, ഇതിലിപ്പോൾ വൈലോപ്പള്ളി ഇടശ്ശേരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പറയാൻ കേട്ടാ. വൈലോപ്പള്ളിയുടെ ഒരു കവിതയുണ്ട്, റഫീഖ് അറിയായിരിക്കും, ഗന്ധർവ ബാലന്മാർ എന്നാണ് പറയുന്നത്. ആ കവിത വയലാർ മരിച്ച ശേഷം എഴുതിയതാണ്. ഭാസ്കര മാഷ് അന്ന് ജീവിച്ചിരിക്കുന്നുണ്ട് ആ കവിത എഴുതുമ്പോൾ എന്ന് തോന്നുന്നു. ഈ ഗന്ധർവ ബാലന്മാർ എന്ന് പറയുന്ന കവിതയിൽ പറയുന്നത് ഈ 2 പാട്ടെഴുത്തുകാരെ, കവികളായ പാട്ടെഴുത്തുകാരെ പറ്റിയിട്ടാണ് പറയുന്നത് വൈലോപ്പള്ളി. ഈ മറ്റേ വയലാറിനെ ഭാസ്കര മാഷിനെ പറ്റിയിട്ട്. അപ്പം അതിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, തേൻകിണ്ണം പൂങ്കിണ്ണം എന്ന് പറയുന്ന വയലാറിൻ്റെ ഒരു പാട്ട് ഈ കവി ഇങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ, വയലോപ്പള്ളി യാത്ര ചെയ്യുമ്പോൾ തേൻകിണ്ണം പൂങ്കിണ്ണം എന്ന് പറയുന്ന പാട്ട് പാടിയിട്ട് ഒരു പയ്യൻ വരികയാണ്. ഇങ്ങനെ കൊട്ടിയിട്ട് വയറ്റിലൊക്കെ കൊട്ടിയിട്ട് പാട്ട് പാടിയിട്ട് ഭിക്ഷ എടുത്തിട്ട് വരികയാണ്. ഇത് കണ്ടിട്ടാണ് ഈ കവിത എഴുതുന്നത്. അപ്പം ഈ കവിതയിൽ വയലോപ്പള്ളി അവസാനിപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ, എന്തോ ആവട്ടെ, ഞാൻ കുറേ കവിത എഴുതിയിട്ടുണ്ട്, ഉദാത്തമായിട്ടുള്ള കവിതയായിരിക്കും, പക്ഷേ എൻ്റെ കവിത എഴുതിയിട്ട്, എൻ്റെ കവിത ചൊല്ലിയിട്ട് ഒരാളുടെ അന്നം കഴിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. ഇത് ഈ പാട്ട് എഴുതിയിട്ട് ഈ പയ്യന് ജീവിതത്തിൻ്റെ അന്നം കഴിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവുകയാണല്ലോ. ഇത് വൈലോപ്പള്ളി പറഞ്ഞ വരി മാത്രം എനിക്ക് മറുപടി പറയാനുണ്ട്. നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും എന്തെങ്കിലും പറയണ്ടാവല്ലോ. അല്ല, ഇതിന്റെ കണ്ടിന്യൂഷൻ പറഞ്ഞു. ഞാൻ സ്ട്രൈറ്റ് ആയിട്ട് കാര്യം പറയാം. ഞാൻ ലോകത്ത് ഒരു തൊഴിലും മറ്റൊരു തൊഴിലിനേക്കാളും ശ്രേഷ്ഠമെന്ന് വിശ്വസിക്കുന്ന ആളല്ല. എല്ലാ തൊഴിലും അതിൻ്റെതായ അന്തസ്സുണ്ട്. അതുകൊണ്ട് തന്നെ കവിത എഴുതുന്നതും പാട്ട് എഴുതുന്നതും രണ്ടും 2 കലാരൂപങ്ങളാണ്. എഴുത്താണ്, അല്ലെങ്കിൽ രണ്ടിനും ചിലപ്പോൾ കോമണാലിറ്റീസ് ഉണ്ടാവാം. റഫീഖിയെ പോലെ രണ്ടിലും പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷേ ഒരു കവി ഒരു പാട്ടെഴുത്തുകാരനേക്കാളും ശ്രേഷ്ഠനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു പാട്ടെഴുത്തുകാരൻ കവിയേക്കാളും ശ്രേഷ്ഠനാണെന്ന് വിശ്വസിക്കുന്നില്ല. രണ്ട് കാര്യമാണ്. ഒന്ന് ചെയ്യുന്ന ആൾക്ക് മറ്റേത് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്ന് ഒരു നിർബന്ധമില്ല. അങ്ങനെയാണെങ്കിൽ കവിത എഴുത്തുകാരെ കൊണ്ട് തട്ടിടക്കാൻ വയ്യ കേരളത്തിൽ. ഫേസ്ബുക്കിൽ തന്നെ എത്ര ഗ്രൂപ്പുകളാണ്, മഷിത്തണ്ട് മാങ്ങാക്കറി എന്നൊക്കെ പറഞ്ഞിട്ട്. സിനിമ പാട്ട് എഴുതാൻ വന്നേനെ, അല്ലെങ്കിൽ സിനിമ പാട്ട് എഴുതാൻ കവിത എഴുതാൻ പോയി. ഇത് രണ്ടും എല്ലാവരും ചെയ്യുന്നില്ലല്ലോ. അപ്പൊ ഇത് ചെയ്യുന്നത് രണ്ടിനെ റെസ്പെക്ട് ചെയ്യുക. ഞാൻ എന്നോട് പറഞ്ഞിട്ട് എന്നെ കവി എന്നൊന്നും വിളിക്കണ്ട. ചിലരൊക്കെ കവി എന്നൊക്കെ വിളിക്കും. കവിയല്ല, പാട്ടെഴുത്തുകാരൻ എന്ന് വിളിക്കുമ്പോൾ കിട്ടുന്ന റെസ്പെക്ട് ഉണ്ടെങ്കിൽ കിട്ടിയാൽ മതി. വിശ്വസിച്ച് മുമ്പോട്ട് വന്നാണ്. എന്താ പറയാനുള്ളത്? എനിക്ക് തോന്നുന്നത് അത് കഥാപാത്രം പറഞ്ഞൊരു കാര്യമാണ്. പിന്നെ അതിനകത്ത് എനിക്ക് എതിർപ്പുള്ളത് പുള്ളി അനുഭവിച്ച മാനസിക സംഘർഷവും, അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു എന്താ പറയുക, കവിത ഉണ്ടാക്കാൻ ഉള്ള ഒരു നൈസർഗികതയും അല്ല എന്താണെങ്കിലും ആ ടാലന്റിന് 10,000 പോരാ എന്നാണ് എൻ്റെ അഭിപ്രായം.
അല്ല അതന്നെ എനിക്കും അതന്നെ ഒരു ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒരു ജോലിയും ചെറുതും വലുതും അങ്ങനെ ഇല്ല ഒരു സാധനം. പിന്നെ ഇപ്പൊ റഫീഖ പറഞ്ഞ പോലെ ഞാൻ കവിതയെ കുറച്ചുകൂടെ മാനിക്കുന്നുണ്ട്, നമ്മുടെ പാട്ടിന്റെ അപ്പുറത്തേക്ക് ഞാൻ അതിനെ മാനിക്കുന്നുണ്ട്. അത് ഇപ്പം അത് പണം ഉണ്ടാക്കുന്ന ഒരു സാധനം, പണം വെച്ചിട്ടില്ലല്ലോ ഒരു സാധനത്തിന്റെ വാല്യൂകളൊക്കെ. അപ്പൊ പണം അത് ഒരു മനുഷ്യന്റെ ഒരു പ്രത്യേക മാനസികാവസ്ഥേനെ അത്രയും വ്യക്തമായിട്ട് അടയാളപ്പെടുത്തിയിട്ട് അത് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് കവിത എപ്പോഴും തോന്നുക. അത് അങ്ങനെ ഇപ്പൊ റഫീഖയുടെ തന്നെ ഒരു കവിതയിൽ ഒരു വാക്ക് എപ്പോഴും ഞാൻ കളിക്കും, പൂജ്യം ഉത്തരമായി കിട്ടുന്ന സങ്കീർണമായ ഗണനക്രിയയാണ് പ്രണയം. ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷന്റെ അകത്തേക്ക് പ്രണയത്തെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അപ്പൊ ഞാൻ വിചാരിക്കേ അത് ഞാൻ എന്തൊക്കെ ചെയ്താലും എനിക്കത് അങ്ങനെ പറയാൻ പറ്റില്ല, തലകുത്തിന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അതിലെ സച്ചിമാഷി എന്ന് പറയുന്നത് ഡൽഹിയിലെ തണുപ്പിൽ അമ്മയെ ഓർമ്മ വരുന്നു എൻ്റെ ആദ്യത്തെ കമ്പിളി. അപ്പൊ അത് എനിക്ക് ഒരിക്കലും പറ്റില്ല, അങ്ങോട്ട് എത്തില്ല. അപ്പോൾ അത് എനിക്ക് കിട്ടുന്ന 50,000 രൂപയെക്കാളും ഭയങ്കര പവർഫുൾ ആയിട്ടാണ് എനിക്ക് ആ രണ്ടുപേര് തോന്നുന്നത്. ആ രണ്ടുപേര് ചെയ്യുന്നത് ഒരു ഇമോഷനെ ഒരു ടൈം ക്യാപ്സ്യൂളിൽ അത് അടച്ച് നമുക്കിങ്ങ് തന്നു. അത് പറയാനില്ലാത്ത 100,000 പേർക്ക് വേണ്ടിയിട്ട്, അത് പറയാൻ കേപ്പബിലിറ്റി ഇല്ലാത്ത, അതെനിക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ പാടാൻ കുറെ പാട്ട് നമുക്ക് ചെയ്യാമെന്നല്ലാതെ അവൻ്റെ വെരി ഓൺ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര വലിയൊരു ഇമോഷനെ 100,000 അങ്ങനത്തെ വാക്കില്ലാത്ത ജനങ്ങൾക്ക് സംഭാവന ചെയ്യുന്നു. അത് പ്രൈസ്ലെസ് ആണല്ലോ. അപ്പൊ ഞാൻ കവിതനെ ഇച്ചിരി മേലെ വെക്കുന്നു, പാട്ടെഴുത്ത് എൻ്റെ തൊഴിലായതുകൊണ്ട് പൊക്കി പിടിക്കുകയും ചെയ്തു. ഇപ്പം നമ്മളെ സുഹേൽജിന്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ, കണ്ണിൽ തേനീച്ച പാറുമ്പോ പൂമ്പാറ്റ തുള്ളുമ്പോ തല്ലിന്റെ താലപ്പൊലി എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അത് ആ സിനിമന്റെ കഥാസന്ദർഭത്തോട് അല്ലെങ്കിൽ ആ കഥാപാത്രങ്ങളോട് ഏറ്റവും ഇണങ്ങുന്ന ലിറിക്സ് ആണ്. നിങ്ങൾ എഴുതിയ വരികളിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള പ്രയോഗങ്ങളിൽ ആഹാ ആ ഫീൽ കിട്ടിയുള്ള ഒരു പ്രയോഗം ഇതുപോലെ? അത് എനിക്ക് ഇങ്ങനത്തെ സാധനമൊക്കെ ഇപ്പൊ അത് മുഹമ്മദ് അലിയുടെ ബോക്സിംഗ് സ്റ്റൈലിന്റെ താലപ്പൊലിയാണ്. അത് മുഹമ്മദ് അലിയുടെ തന്നെ ബോക്സിംഗ് സ്റ്റൈലിനെ പറ്റി അദ്ദേഹം തന്നെ പറയുന്ന ഫ്ലോട്ട് ലൈക്ക് എ ബട്ടർഫ്ലൈ സ്റ്റിംഗ് ലൈക്ക് എ ബി എന്ന് പറയാം. അപ്പൊ ഒരു ചിത്രശലഭത്തെ പോലെ പറന്നിടയ്ക്കുകയും ഒരു തേനീച്ചയെ പോലെ കുത്തുകയും ചെയ്യുന്ന ആ ഒരു സൗന്ദര്യം, ആ ബോക്സിങ്ങിന്റെ സൗന്ദര്യത്തെ വിവരിക്കുകയാണ്. അപ്പൊ ഞാൻ അതിനെയാണ് അപ്പൊ ഞാനത് അതിനെ ഒരു അവിടെ ഇവിടെയൊക്കെ പിടിച്ച് ഒലച്ചിട്ട് കണ്ണി തേനീച്ച വാറുമ്പോ പൂമ്പാറ്റ തുള്ളുന്ന തല്ലിന്റെ താലപ്പൊലി എന്ന് പറഞ്ഞിട്ട് അതിനെ അങ്ങനെ ഒന്ന് റാപ്പ് ചെയ്താണ് അതിന്. അപ്പോൾ ഇങ്ങനെ പ്രയോഗങ്ങള് എനിക്ക് നമ്മൾ ഭയങ്കര ആലോചന ഇല്ല, എന്നാലും ഇപ്പൊ ഞാനിപ്പോ നമ്മൾ വെക്കിയപ്പോ 5 രൂപ മഞ്ജു പോലെ എന്ന് പറയാം. അപ്പൊ ഞാൻ ഇപ്പൊ ഈ നമ്മൾ ഫ്ലാറ്റ് എല്ലാം ചുരുക്കല്ലോ, നമുക്ക് പറമ്പില്ല, കളിക്കാൻ സ്ഥലമില്ല, നോക്കാൻ പുഴയില്ല, അങ്ങനത്തെ ഇപ്പൊ നമ്മള് ബിംബങ്ങൾ ഇപ്പൊ ഞാൻ വിചാരിക്കുന്ന ഒരു ചെറിയൊരു പയ്യൻ ബിംബങ്ങൾ തേടിയാൽ ഒന്നുമില്ല, ഭയങ്കര ഡ്രൈ, എല്ലാം ഒരു ശൂന്യതയുണ്ട് അവിടെ. അവന്റെ സന്തോഷം കിൻഡർ ജോയ് മിഠായിയാണ്. അപ്പൊ അവൻ വലുതായി വരുമ്പോ അവന്റെ പ്രണയിനെ എടുത്ത് ഞാൻ ഹാപ്പിയാണ്, എന്റെ സന്തോഷം നീ കിൻഡർ ജോയ് പോലെ എന്ന് പറഞ്ഞാൽ തെറ്റില്ല. കാരണം അവൻ അനുഭവിച്ചത് അതേ ഉള്ളൂ. അത് ബാക്കിയെല്ലാം ശുഷ്കമായി പോയി, എല്ലാം പോയി. അപ്പൊ ഞാൻ അതിലോട്ട് 5 രൂപ മഞ്ചിനെ കൊണ്ടുവന്നു, നിന്റെ ചിരി എനിക്ക് 5 രൂപ മഞ്ചു പോലെ. അപ്പം ആ ഒരു ഇപ്പൊ ക്യാപിറ്റലിസം ഇതെല്ലാം കൂടി ഇടിച്ചു കയറിയിട്ട് നമ്മളിങ്ങനത്തെ ഓരോ പ്രോഡക്റ്റിന്റെ അവിടെ കൊണ്ട് എത്തിച്ചല്ലോ. അപ്പം പിന്നെ ഞാൻ നോക്കെ എന്നാ പിന്നെ അതിൽ നിന്ന് തന്നെ കടമെടുക്കാം ബിംബങ്ങൾ എന്ന് വെച്ചിട്ട്. എന്താണ് വിനായകന്റെ സ്വന്തം പാട്ട് കേട്ടിട്ട് അയവാന്ന് തോന്നിയ സാധനം അല്ല ഞാൻ പറഞ്ഞ ചില പ്രയോഗങ്ങളെ ഇപ്പൊ നിങ്ങൾ മാത്രമായിരിക്കും അത് നമ്മൾ പരിശോധിക്കുമ്പോ നടത്തിയിട്ടുണ്ടാവും മലയാള സിനിമ അല്ലെങ്കിൽ മലയാള പാട്ടുകളിൽ. അങ്ങനെ ഒരു പ്രയോഗം എടുത്തു വെക്കാൻ ആർക്കൈവ്സിൽ വെച്ചിട്ടുണ്ടോ? ഷോക്കേസ് ചെയ്തിട്ട് മാറ്റി വെച്ച്? ഇനി അത്രയ്ക്കൊക്കെ പറയാൻ പറ്റുമെന്ന് അറിയില്ല. എനിക്ക് കേൾക്കുമ്പോൾ തൃപ്തി കിട്ടുന്ന കൊള്ളാം എന്ന് കിട്ടിയ ഒരു സാധനം ജാട എന്ന് പറഞ്ഞ പാട്ടാണ്. ആ വയസ്സിൽ അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതിൽ ഓരോ വരിയും കേൾക്കുമ്പോൾ ഒരു കിക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ കടന്നു വന്ന കാലങ്ങളും ഒക്കെ ആലോചിക്കുമ്പോഴേ അതിന്റെ ഒരു മറുപടി എന്ന രീതിക്ക് തോന്നാറുണ്ട്. അപ്പൊ അതിലുള്ള ഓരോ വരിയും ഇപ്പൊ കണ്ണുനീരിന് ഉപ്പ് കറയിലിട്ട സ്വാർത്ഥരെ എന്നവരെ, അതായത് കുലീനരെ ഉദാത്തരെ, താഴെ വീണ കണ്ട് പല്ലിളിച്ച കൂട്ടരെ, ഏറ്റ തോൽവി കണ്ട് നോക്കി നിന്ന മൂകരെ, പെട്ട മാനഹാനി ആസ്വദിച്ച നീചരെ, തീർന്നു പോകുമെന്ന് മുൻവിധിച്ച മൂഢരെ എന്നൊക്കെ പറഞ്ഞിട്ട് ശക്തിയുള്ളവന്റെ കുടപിടിക്കും അൽപ്പരെ, മറ്റേ പ്രയോഗം കണ്ണുനീരിനുപ്പ് കറയിലിട്ട സ്വാർത്ഥരെ, മങ്ങി മാഞ്ഞു ഭൂതകാലം ഇന്നിവന്റെ ഊഴം, കൺതുറന്ന് കണ്ണിറച്ച് കാണുക മോനെ ജാട. ഇപ്പൊ ഈ ജാട പാട്ടിലെ ചില ലിറിക്സ് ഇപ്പം ലാലേട്ടന്റെ ബോക്സ് ഓഫീസിന്റെ വലിയൊരു തിരിച്ചുവരവ് തുടരും സിനിമയില് പല റീൽസിലൊക്കെ പ്രയോഗിച്ച് കണ്ടു. ഇത് അസ്തമിക്കുവാൻ പറഞ്ഞവർക്ക് മേലെയായി അഗ്നി തുപ്പുവാൻ തിരിച്ചു വന്ന സൂര്യനായി. അപ്പൊ ഇത്തരത്തിൽ നിങ്ങളെ എല്ലാവരുടെയും തന്നെ ഇപ്പം ഫെജോന്റെ ഓറൊക്കെ ഉറപ്പായിട്ട് പല റീലുകളിലും ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. സുഹേൽജിന്റെ ആയാലും റഫീഖിന്റെ ആയാലും ആര്യയുടെ ആയാലും ഒക്കെ നിങ്ങളെ പാട്ടുകളിലെ ലിറിക്സ് സിനിമയിലല്ലാതെ റീൽസിലും
മറ്റ് സാഹചര്യങ്ങളിൽ സന്ദർഭങ്ങളിലൊക്കെ ഉപയോഗിക്കപ്പെട്ട് കാണുമ്പോൾ എന്താ നിങ്ങളൊരു ഫീൽ എന്താണ്? റഫീഖയുടെ ഇന്ത്യൻ പ്രണയകഥയിലെ വാളെടുക്കണം, അതിപ്പോ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടത് കോർപ്പറേറ്റ് ജീവിതത്തിന്, അത് കോർപ്പറേറ്റ് ലൈഫിൽ സർവൈവ് ചെയ്യാൻ വേണ്ട സൂത്രവാക്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് നേരാ നേരത്ത് കാല് മാറണം, അതെല്ലാ വരി ആ വരി ഉപയോഗിക്കുന്നുണ്ട്. അത് ഇപ്പോഴത്തെ കാലത്തിന്റെ ഒരു പോസിറ്റീവ് പറയാം. റീൽസിൽ നിങ്ങളെ വരികള് നിങ്ങൾ അങ്ങനെ കണ്ടപ്പോ തൃപ്തി തോന്നിയിട്ടില്ല? അത് തൃപ്തി ഞാനെപ്പോഴും ഞാൻ എഴുതിയ ഒരു പാട്ട് എന്ത് വിധി ഇതെന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയക്കാരുടെയും ഈ മറ്റേ അവര് പുറത്താകുമ്പോ പെട്ടെന്ന് ഇതാണ് എന്ത് വിധി ഇത് വല്ലാത്ത ചതി എന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ എപ്പോഴും നോക്കുന്നത് ഈ രാഷ്ട്രീയക്കാരുടെ പതനമായിട്ട് ആളുകൾ ആസ്വദിക്കുന്നത്. അപ്പൊ ഞാൻ നിങ്ങൾ ഈ പറയുന്ന കുറച്ചുകൂടി മുമ്പേ പാട്ടെഴുത്ത് തുടങ്ങിയ കവിതകളെ സമീപിച്ചിട്ടുള്ള ആൾക്കാർ നിങ്ങളൊക്കെ അങ്ങനെ ചിന്തിക്കാറുണ്ടോ? ഇങ്ങനത്തെ ഒരു കുറിക്കുള്ളത് റീൽസിൽ ഏറ്റെടുക്കാൻ പോകുന്ന തരത്തിലുള്ള വരികളും വാക്കുകളൊക്കെ ആവണമെന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു പാട്ട് എഴുതണം എന്നൊക്കെ ആഗ്രഹമൊക്കെ പര്യടനമൊക്കെ? അങ്ങനെ ബോധപൂർവം ചിന്തിച്ചിട്ടില്ല. ഇതൊന്നും ഇപ്പൊ അങ്ങനെ വരുന്നതല്ലല്ലോ. ഇപ്പോ ഈ 1 മിനിറ്റിന്റെ റീലിലേക്ക് വേണ്ടിട്ട് എഴുതിയ വരികളല്ലല്ലോ. അങ്ങനെ ഒരു പ്രഷർ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ പറഞ്ഞപ്പോ അങ്ങനെ ഒരു തോന്നുന്നുണ്ടല്ലോ. ഞാന് കഴിഞ്ഞ ദിവസം ഒരു കവിതയിൽ എഴുതി 1.5 മിനിറ്റിന്റെ റീലിലേക്ക് ഒതുങ്ങുക, 1.5 അടിക്കേണ്ട ജീവിതം മനോഹരം. അതാണ്. അപ്പൊ അത് അങ്ങനെ വരുന്നല്ലോ. ഈ പറഞ്ഞ പോലെ നമ്മള് ഒരു ബൈ ചാൻസിന് ഒത്തു വരുന്നതാണ്. ഇപ്പൊ ട്യൂണ് വരുന്നു, സിറ്റുവേഷൻ വരുന്നു, നമ്മളപ്പുറത്തെ മൈൻഡ്, അങ്ങനെ ചിലത് തീരെ പ്രതീക്ഷിക്കാത്ത ചില സാധനങ്ങൾ. ഇപ്പോൾ മരണത്തിന് നേരത്തെ എത്രമാത്രം എന്തൊക്കെ ട്രോളുകളും എന്തൊക്കെ സാധനം റീലുകളും വന്നിട്ടുണ്ട്, ഒരുപാട് വന്നിട്ടുണ്ട്. ഇപ്പം വിനായക് ശശികുമാർ ആയിരിക്കും അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏറ്റിട്ടുള്ള ഒരു ലിറിസിസ്റ്റ്. കാര്യം എന്താ വെച്ചാൽ പേന കത്തി കൊണ്ട് വിദ്യാരംഭം കുത്ത് ഹരിശ്രീ. ഇപ്പൊ കഴിഞ്ഞ വർഷമൊക്കെ കോഴിക്കോട് അടക്കം ഉണ്ടായിട്ടുള്ള വലിയ ഈ 15-14 വയസ്സുകാരുടെ ഇടയിലേക്ക് ഉണ്ടായിട്ടുള്ള അക്രമങ്ങൾ, കൊലപാതകങ്ങൾ. അല്ലല്ല, ഞാൻ പറയട്ടെ, ഇത് വിനായക് ഓൾറെഡി ഇത് ഏറ്റുവാങ്ങിയിട്ടുള്ളതാണ്, അതുകൊണ്ട് ഞാനത് ഓർമ്മിപ്പിക്കണം വീണ്ടും. അപ്പോ നമ്മളെ സാഹിത്യവും നമ്മളെ പാട്ടുകളൊക്കെ അത്തരത്തില് അക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ആയി മാറിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ രീതിയിൽ വരുമ്പോൾ വിനായകന്റെ പാട്ടുകളൊക്കെ കോട്ട് ചെയ്യപ്പെട്ടിട്ട് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോ സത്യത്തില് ഈ വയലാർ എഴുതുമോ ഇതുപോലെ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തില് അങ്ങനെ പുകഴ്ത്തലുകൾക്ക് അപ്പുറത്ത് വേറെ ഭയങ്കര മോശമായ വിമർശനങ്ങളൊക്കെ പുതിയ കാലഘട്ടത്തിൽ ഇപ്പോഴും സജീവമായി നിൽക്കുന്ന റഫീഖ് ജി ആയാലും ഹരിയേട്ടനായാലും അല്ലെങ്കിൽ സുഹേൽ ജി, ഫെജോ പ്ലസ് വിനായകൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും ഓരോ ദിവസവും പലരുടെ ഭാഗത്തു നിന്ന് വിമർശനങ്ങളൊക്കെ. എങ്ങനെയാണ് നോക്കി കാണുന്നത്? ശരിക്കും ഓണസ്റ്റ് ഒപ്പീനിയൻ വേണം, ഓണസ്റ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ വേണം. ഒരു സിനിമയ്ക്ക് വേണ്ടി അതിന്റെ സന്ദർഭത്തിനിണങ്ങുന്ന വരികളുള്ള ഈ പാട്ട് കേട്ടിട്ടാണ് ഒരാൾ പോയിട്ട് ഈ ക്രൈമൊക്കെ ചെയ്തെന്ന് പറയുന്നതാണ് അക്രമം. അതെ, സിറ്റുവേഷൻ അനുസരിച്ച് എന്തും എഴുതി കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങളെ പണി, അത് നിങ്ങൾ ചെയ്യുന്നു. ഇതൊരു തമാശ പാട്ട്, അതായത് പാട്ടിന്റെ സെൻസിൽ എടുക്കണം. അല്ല, വിനായക് ശരിക്കും അത് കേട്ടിട്ടില്ലേ കഴിഞ്ഞ വർഷങ്ങളൊക്കെ? കഴിഞ്ഞ വർഷം പിന്നെ അല്ലെ വലിയ വലിയ പാട്ട് വിമർശകർ, നിരൂപകര് വിനായകനെ എടുത്തിട്ട് അലക്കിയ സമയത്ത് വിനായകനും നല്ല മറുപടികൾ കൊടുക്കാൻ അന്ന് സാഹചര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്, അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ വിമർശനങ്ങൾ ഇപ്പൊ ഉറപ്പായിട്ട് സുഹേൽ ഫെജോ ഒക്കെ ഉറപ്പായിട്ടും ഇനി അങ്ങോട്ട് കൂരമ്പുകൾ വെക്കാൻ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ ഓൾറെഡി വെച്ചിട്ടുണ്ടാവും നിങ്ങളെ ചില ലിറിക്സിനെ എന്തോന്ന്. ആ സംഗതിനെ എങ്ങനെ സോഫ്റ്റ് ആയിട്ടായാലും ഹാർഡ് ആയിട്ടായിട്ടുള്ള വിമർശനങ്ങൾ എങ്ങനെ? ഒരു കാര്യം കൂടെ ഞാൻ ചെയ്തോട്ടെ. വിമർശനങ്ങൾ കേൾക്കാൻ ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. വിമർശനം എന്ന് പറഞ്ഞാൽ എസെൻഷ്യലാണ്. ഏതൊരു ആർട്ടിന് മുൻപോട്ട് പോകാൻ നല്ല വിമർശകർ ഉണ്ടാകുക, നല്ല വിമർശനം ഉണ്ടാകുക എന്നുള്ളത് എസെൻഷ്യലാണ്. പക്ഷെ നമുക്ക് നല്ല വിമർശകരില്ലാതെ പോകുന്നത് ഒരു നല്ല വിമർശകരില്ലാതെ പോകുന്ന ഒരു ദൗർഭാഗ്യവും കൂടി. എന്തിനാണ് വിമർശിക്കുന്നതെന്ന് ബോധമില്ലാതെ വിമർശിക്കുന്നത് അല്ലേ? അൺഫോർച്ചുനേറ്റ്ലി വി നീഡ് ബെറ്റർ ക്രിട്ടിക്സ്. ചിലപ്പോൾ സിനിമയ്ക്കൊക്കെ ഉണ്ടാവും, എനിക്കറിയില്ല. പാട്ടിന്റെ കാര്യത്തിൽ പണ്ട് പോലെ നമ്മൾ 1-2 പേരുടെ പേരെ പറഞ്ഞു കേൾക്കുന്നുള്ളൂ. അവർ എക്സ്ട്രീംലി ബയസ്ഡ് ആയിട്ടുള്ളവരും, പിന്നെ ഒരു പാട്ടിന്റെ ഒരു കാലം മാറുന്നതനുസരിച്ചുള്ള സിനിമയുടെയും പാട്ടിന്റെ സെൻസിബിലിറ്റിക്ക് ഒത്ത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റാതെ പോയിട്ടുള്ളവരുമാണ്. അപ്പോൾ വി നീഡ്, അതായത് നമ്മൾ ശരിക്കും കാമ്പുള്ള ഒരു വിമർശനം വന്ന സന്തോഷമാണ്. ശരിക്കും ഇൻബോക്സിൽ വരാറുണ്ട്. ഇപ്പൊ നേരത്തെ ഫസ്റ്റ് ചോദ്യമില്ലേ, ഒരു ഏതൊക്കെ വാക്കുകൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് പാട്ടിൽ, നമ്മൾ പോലും ചിലപ്പോൾ തിരിച്ചറിയില്ല. ഇൻബോക്സിൽ ഒന്ന് പറയും, അതെ നിങ്ങളുടെ മറ്റേ 2 പാട്ടിലായിട്ട് ഈ വാക്ക് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, അടുത്ത പാട്ടിൽ വരാതെ സൂക്ഷിക്കണേ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ആശയം മറ്റേ സിനിമയെ പറഞ്ഞതാണേ, അത് പറയരുത്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ആശയം പറഞ്ഞതിൽ ഒരു കുഴപ്പമുണ്ട്, അത് ഇന്നതാണ് കുഴപ്പമെന്ന് ഇൻബോക്സിൽ മെസ്സേജ് ചെയ്യുന്നവരുണ്ട്. ഇവർക്കൊക്കെ ചിലപ്പോൾ ക്രിട്ടിക് ആവാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ഈ സിനിമാ പാട്ടിന്റെയും സിനിമ ഡയലോഗുകളുടെയും ഒക്കെ വലിയൊരു ഈ വിഷയം ഇതാണ്. ഇപ്പൊ ഈ നമ്മൾ സന്ദർഭത്തിൽ നടത്തി മാറ്റി കഴിഞ്ഞാൽ, കാരണം നമുക്ക് ഈ സന്ദർഭത്തോട് ചേർന്നുകൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ അക്രമം ഉള്ള അല്ലെങ്കിൽ ഒരുപാട് വയലൻസ് ഉള്ള ഒരു സിനിമയിൽ അത്തരത്തിലൊരു പാട്ട് എഴുതുക എന്നുള്ളത് പാട്ടെഴുത്തുകാരന് വേറെ നിർത്തിയില്ല. അതുപോലെ അല്ലെങ്കിൽ എഴുതാതിരിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ അപ്പം അങ്ങനെയാണെങ്കിൽ ഈ പാട്ടെഴുത്തുകാരനുള്ള അത്ര തന്നെ ഉത്തരവാദിത്തം അങ്ങനെയുള്ള അക്രമരംഗങ്ങൾ അഭിനയിക്കുന്ന നടനും കൂടി കൊടുക്കേണ്ടതാണ്. അയാളല്ലല്ലോ ചെയ്യുന്നത്, സംവിധായകൻ. അപ്പൊ സത്യത്തിൽ സിനിമ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, അല്ലെങ്കിൽ പ്രതികാരമാണ് ഏറ്റവും മനുഷ്യന്റെ പ്രധാനപ്പെട്ട വികാരം എന്നുള്ള രീതിയിലുള്ള ഒരു നോഷൻ ഉണ്ടാക്കുന്നു എന്നുള്ളതൊക്കെ അതിനോടൊന്നും എനിക്ക് യോജിപ്പൊന്നുമില്ല.
പക്ഷെ അതിനകത്ത് പ്രവർത്തിക്കുമ്പോൾ എങ്ങനെയാണ് ആ സിനിമയ്ക്ക് പറ്റിയൊരു പാട്ട് വേണമെങ്കിൽ നമുക്ക് എഴുതണ്ടെന്ന് വെക്കാം, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ വേറെ ആൾ എഴുതും. അപ്പൊ അതിൽ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല. അല്ല, ഇവിടെ പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് ഏറ്റവും കോമഡിയാണ്. ഈ വില്ലനായിട്ട് അഭിനയിക്കുന്ന ഒരു നടൻ ഒരു റോള് ചെയ്തു കഴിഞ്ഞാൽ അയാളെ അപ്രീഷിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്, അല്ലേ? അയാൾ ആക്ടിങ് ആണ്. അപ്പോ അതുപോലെ എഴുതിയ ഒരാളെ അപ്രീഷിയേറ്റ് അതല്ലേ ചെയ്യേണ്ടത്? ഇയാൾക്ക് തെറിയും അപ്പുറത്തുള്ള ആൾക്ക് കുതിരപ്പവനും കൊടുക്കുന്ന പരിപാടി എങ്ങനെയാ ശരി? അത് മാച്ച് ആവുന്നില്ല. പാട്ട് എന്ന് പറയുന്നത്, നിങ്ങൾ ചിന്തിക്കുന്നത് പാട്ട് എന്ന് പറയുന്നത് പ്രണയഗാനം മാത്രമാവരുതല്ലോ. അപ്പോ അങ്ങനെ ഒരു എക്സ്പെരിമെന്റ് ചെയ്തിട്ട് ഒരു നടൻ ഒരു കുറെ കുട്ടികളെ കൊല്ലുന്ന അല്ലെങ്കിൽ കുറെ ആൾക്കാരെ കൊല്ലുന്ന ഒരു ഇതായിട്ട് നടൻ അഭിനയിച്ചാൽ വാട്ട് എ പെർഫോമൻസ് എന്നാണ് പറയുന്നത്. ഇപ്പൊ പ്രകാശ് വർമ്മയെ അതിൽ വില്ലനാണ് പ്രകാശ് വർമ്മ, കൊല്ലാൻ വരുന്ന ആളാ അപ്രീഷിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ആ രീതിയിൽ അങ്ങനെ ഒരു അയാൾ കൊല്ലാൻ വരുമ്പോ അയാള് അങ്ങനെ പാട്ട് എഴുതിയിട്ടുള്ള വിനായകനെ വിമർശിക്കുന്നു. അപ്പൊ നിങ്ങള് ഒരു സംവിധായകങ്ങളോട് എഴുതി പറഞ്ഞു തന്നിട്ടുള്ള അല്ലെങ്കിൽ സ്ക്രിപ്റ്റിലുള്ള സിറ്റുവേഷൻ വിവരിച്ചു തരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ. പിന്നെ നേരത്തെ ആര്യേട്ടനും വിനായകൊക്കെ പറഞ്ഞ പോലെ വിഷ്വൽസ് കണ്ടിട്ട് പാട്ടൊക്കെ എഴുതാണ് സിറ്റുവേഷൻ അനുസരിച്ചിട്ട്. പക്ഷെ കൂടുതലായിട്ട് സംഭവിക്കുന്നത് വിഷ്വൽസിന് മുമ്പാണല്ലോ ലിറിക്സ് ഉണ്ടാക്കപ്പെടുന്നത്. അങ്ങനെ വിഷ്വൽസ് വന്നതിന് ശേഷം വാവ്, എൻ്റെ ലിറിക്സിനോട് നീതി പുലർത്തിയാൽ എൻ്റെ ലിറിക്സ് ഞാൻ ഉദ്ദേശിച്ചതിൻ്റെ 4 ഇരട്ടി മുകളിൽ പോയി, അല്ലെങ്കിൽ ചില ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസോടൊക്കെ നിങ്ങൾക്ക് തൃപ്തി തോന്നിയിട്ടുള്ള പാട്ട് സീനുകൾ ഉണ്ടോ? ഏതെങ്കിലും ഒന്നുണ്ടോ എടുത്തു പറയാനായിട്ട്? രണ്ടും ഉണ്ട് എനിക്ക് കേട്ടാ. ചിലത് നമ്മൾ വിചാരിച്ചേക്കാളും ചില നേരെ തിരിച്ചപ്പോ മഴ ഞാൻ അറിഞ്ഞിരുന്നില്ല എന്നൊരു പാട്ടുണ്ട്, കേട്ടണമെന്ന് അറിയില്ല. മഴ ഹരിഹരൻ പടിയിലെ പാട്ടാണ്. അതെ, അതിൽ കുറെ നല്ല വരികളൊക്കെ എഴുതിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മാനസിക വെല്ലുവിളി നേരിടുന്ന ആളുകൾ ഇരിക്കുന്നു, അതിലൊരാൾ പാടുന്ന ഒരു പാട്ട്. വേറെ ഒരു വിഷ്വലിലൊന്നുമില്ല, ഒരു സൗന്ദര്യമില്ല. അപ്പൊ അങ്ങനെ ഉണ്ടാവാറുണ്ട്. ചിലത് അതിമനോഹരമായിട്ട് ഇപ്പോൾ ഓഡിയനിലൊക്കെ ചില പാട്ടൊക്കെ രംഗങ്ങളൊക്കെ എനിക്ക് വളരെയധികം നമ്മൾ എഴുതിയ വരികളെക്കാളൊക്കെ ഉയർന്നു പോയ മുകളിലേക്ക് പോയ പോലെ തോന്നിയിട്ട്. അരിയേട്ടൻ അങ്ങനെ എന്താ തോന്നിയിട്ടുള്ളത്? ഞാൻ അതിനെ അങ്ങനെ ജഡ്ജ് ചെയ്യാറില്ല. കോഹിനൂറിലെ പാട്ടൊക്കെ ഇല്ല, എന്താ പറയാ, എന്റെ ഡ്യൂട്ടി അവിടെ എത്തിയാൽ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് ചിന്തിക്കാൻ ഇഷ്ടം. ജഡ്ജ്മെന്റ് അല്ല അരിയേട്ടാ, ആസ്വാദനം കിട്ടിയിട്ടുണ്ടോ അരിയേട്ടനേടാ? ഞാൻ എഴുതി കൊടുത്തതിനെക്കാളും വല്ലാതെ എൻഹാൻസ് ചെയ്ത് പോയി, എൻലാർജ് ചെയ്ത് പോയി എന്നൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടോ ചില? തീർച്ചയായിട്ടും അങ്ങനെ ഒരുപാട് പാട്ടുകൾ ഉണ്ടാവും. ഇപ്പോ നമ്മൾ കണ്ടിട്ട് തന്നെ അല്ലെങ്കിൽ തീർച്ചയായിട്ടും പാട്ടുകളുണ്ട്, പെട്ടെന്ന് ഓർത്ത് പറയാനൊന്നും പറ്റുന്നില്ല എന്നുള്ളത്. സുഹേൽജിക്ക് എനിക്ക് കൂടുതൽ ഇഷ്ടം ഇപ്പൊ ലാൽ ജോസ് സാറൊക്കെ കുറെ കൂടെ ഇന്നായിട്ട് തോന്നാറുണ്ട്. മാവിലൊക്കെ അതൊക്കെ കുറെ കൂടെ ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്യാനാണ് പരിപാടി എന്നൊക്കെ പറഞ്ഞ് കുറച്ചുകൂടെ ഓപ്പൺ ഡിസ്കഷൻസ്. നേരത്തെ പാട്ട് കിട്ടിയാൽ പിന്നെ എല്ലാവരുടെയും സൗകര്യം നോക്കണം. ചിലപ്പോൾ നമ്മൾ കൊടുക്കില്ല, ചിലപ്പോൾ മ്യൂസിക് ഡയറക്ടർ കൊടുക്കില്ല, സമയത്ത് പാട്ട് കിട്ടാത്തതിന്റെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എന്നാലും പുള്ളി കുറച്ചുകൂടെ വിഷ്വലി അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ ഇതായിട്ടുള്ളതാണ്. ഇപ്പൊ എനിക്ക് പുതിയ ഡയറക്ടർമാര് നമ്മൾ ഇപ്പൊ വർക്ക് ചെയ്യുന്ന പുതിയ ഡയറക്ടേഴ്സ് അങ്ങനെ പാട്ടിന് അത്ര ഓവർ എംഫസിസ് കൊടുക്കുന്നില്ല. കുറെ കട്ട്സ് എടുത്തിട്ട് സീൻസ് ആക്കി അവരതിനെ ഒരു എഡിറ്ററിന്റെ ഒരു മിടിക്കൊണ്ട് അവതരിപ്പിക്കാണ്. പണ്ട് പാട്ടായിട്ട് ഷൂട്ട് ചെയ്യലും ഇപ്പൊ നമ്മള് ഭീഷമാധവ അങ്ങനെയൊക്കെ അങ്ങനെ ഒരു കൾച്ചർ ഉണ്ടായിരുന്നല്ലോ മലയാള ഇന്ത്യൻ സിനിമയ്ക്ക് മൊത്തത്തിൽ പാട്ട് ലിപ്സിംഗ് ആയിട്ട്. ലിപ്സിംഗ് ഇല്ല, ഏറ്റുപാടുന്ന പാട്ടുകളില്ല. ഇല്ല അത് അതിനായിട്ടൊരു ഷൂട്ടും ഇല്ല. പണ്ടൊരു പെട്ടെന്നൊരു മാജിക്കൽ ലൊക്കേഷനിലേക്ക് ഇത് ട്രാൻസ്ഫോർമേറ്റ് ചെയ്യപ്പെടും, എന്നിട്ട് അവിടെ കുറെ ഡാൻസേഴ്സ് ഒക്കെ വരും. അങ്ങനെ അതിന്റെ ഒരു വേറൊരു ഭംഗി ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ ആ കാലം തീർന്നു. ഇപ്പൊ ഇനി സിറ്റുവേഷനിലും ബേസ് ചെയ്തിട്ടുള്ള പാട്ടുകൾ. അപ്പൊ ഇവര് കുറെ കട്ട്സും സാധനങ്ങളും ഇവരെപ്പോഴും ഞാൻ ഈ ഡയറക്ടേഴ്സോടെ സംസാരിക്കുമ്പോൾ അവര് എല്ലാ ദിവസവും ഷൂട്ടിന് ഒരു ഷെഡ്യൂൾ ഉണ്ടാവും. ഈ ഷെഡ്യൂൾ കഴിഞ്ഞിട്ടുള്ള ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ആക്ടേഴ്സിനെ വെച്ചിട്ട് ചെറിയ എന്തെങ്കിലുമൊക്കെ ബിറ്റ്സ് എല്ലാ ദിവസവും ഇച്ചിരി ഷൂട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് പിന്നെ അത് പാട്ടിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടും. അങ്ങനെയൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് ഭയങ്കര എൻഹാൻസ്മെന്റ് ഇല്ല. പക്ഷെ ചില സിനിമകളിൽ അത് ഭയങ്കര രസമുണ്ട്. ഇപ്പം ആവേശത്തിലൊക്കെ വിഷ്വലി ഭയങ്കര സ്റ്റാൻഡിങ് ആണല്ലോ. അപ്പൊ അത് പാട്ടിനെ ഒന്നുകൂടെ ഭയങ്കര രസമാക്കി മാറ്റാറ്. ഫെജോക്ക് അങ്ങനെ ഫെജോന്റെ റാപ്പ് സിനിമയിൽ ചിത്രീകരിക്കപ്പെട്ടപ്പോൾ ഭയങ്കര എനിക്ക് ആദ്യ സിനിമ തന്നെയാണ് എനിക്ക് ഭയങ്കര സന്തോഷം. അത് ഞാൻ അതിന്റെ ഫസ്റ്റ് കട്ട് കണ്ട സുഷേറിന്റെ സ്റ്റുഡിയോ തന്നെയാണ്. അപ്പൊ ഈ അപരാധ പങ്കെ വാസഞ്ചരിച്ചിടാമൊക്കെ വന്ന സമയത്ത് ഈ ടോവിനോടെ വിഷ്വൽ എന്റെ സൗണ്ട് അല്ലെങ്കിൽ എന്റെ വരിയാണ് കേൾക്കുന്നത് എന്നൊക്കെ പറഞ്ഞ ഭയങ്കര എക്സൈറ്റ്മെന്റ് കിട്ടി. പിന്നെ വീട്ടുകാരെ കൊണ്ട് ആദ്യം തിയേറ്ററിൽ പോയി ഒരുമിച്ചിരുന്ന് കാണുന്നത് ഈ സിനിമ. അപ്പൊ അമ്മയുടെ മോൻ സിനിമാക്കാരനായി അല്ലെങ്കിൽ സിനിമാക്കാരനായി എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു കണ്ണുനീര് കണ്ട്, സന്തോഷത്തിന്റെ ഒരു കണ്ണുനീര് കണ്ട് ആനന്ദാശ്രു. അല്ല, അതൊരു പൈപ്പ്ലൈനിലെ പാട്ട് നല്ലോണം ഷൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ശരിയാ, കാരണം അത് പാടാൻ പോകുമ്പോ എന്നെ വിഷ്വൽ കാണിച്ചു. ഫെജോ എഴുതിയതിൽ ഫെജോക്ക് ഏറ്റവും പ്രിയപ്പെട്ട റാപ്പിന്റെ ഒരു 4 വരികൾ. ഈ തലയുടെ വിളയായിട്ടുള്ള ലാലേട്ടനെ കുറിച്ചുള്ള
നാട്യം കൊണ്ടു മായാജാലം കാട്ടും വിശ്വസാമ്രാട്ട് തുടങ്ങട്ടെ ചെന്ന നാട്ടിൽ പള്ളി വേട്ടയാറാട്ട് നിന്റെ ചീട്ടു കീറും സംഖ്യ 2 2 ഇരട്ട 5 ഓരോ ഇടിയിലും മുഴങ്ങും എൻ പ്രഭാവം ഇരട്ടിപ്പഞ്ച് ആവതില്ലൽ നിന്നു കെഞ്ചിടാതെ കൈകൾ കുപ്പിയോട് കോപനെത്തി വാർത്ത പരത്ത് നാട് മൊത്തം പോട്ടെ ദൂത്. എത്ര ചെറുപ്പത്തിലൊക്കെ ലാലേട്ടനെ ഇഷ്ടമായിരുന്നു? അതെ അതെ, രണ്ടുപേരും ഭയങ്കര ഇഷ്ടം. എനിക്ക് അടുത്തൊരു മമ്മൂക്ക പടം എത്ര പടം കിട്ടണേ എന്നുള്ളത് നടന്മാരെ കിട്ടിയപ്പോൾ അവർക്ക് വേണ്ടി ഒരു പാട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. രണം എന്നുള്ള സിനിമയിൽ പൃഥ്വിരാജ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന നടനാണ്. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടിയാണ് ആയുധം ഇടണ എന്നുള്ള പാട്ട്. അപ്പൊ അദ്ദേഹം ഒരുപാട് ഹെയ്റ്റ് മലയാളിയുടെ നിന്ന് പണ്ടും ചിലപ്പോ ഇപ്പോഴൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്ന നടനാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. അപ്പൊ ഒറ്റപ്പെടുമ്പോൾ മേലെ അങ്ങു കേൾക്കും ആ ശരീരി താണ്ടുവാൻ ഏറെയുണ്ട് മുള്ളുകൾ നിറഞ്ഞ വീതി ലോകം എനിക്കു നൽകുന്നതിലെന്തു കാവ്യ നീതി ആൾക്കൂട്ടത്തിൽ ഒരുവൻ സ്നേഹം കിട്ട സഹജീവി ആരെ ഞാൻ കാണുമാരോടു പങ്കുവെക്കുമെൻ വ്യത യാതന പേറും കടുത്ത നാളുകൾക്കെന്നു വിട നോവന്റെ തോഴൻ ചെങ്ങാത്തം തീരുന്നേയില്ലെന്നാലും തരി പോലും തളരുന്നില്ല തുടരും ഇനിയും എന്റെ കഥ എന്ന് അദ്ദേഹത്തിനോട് എനിക്ക് എഴുതാൻ പറ്റി. അപ്പൊ അങ്ങനെ ഓരോ നടന്മാർക്കും നമ്മൾ സോങ് ചെയ്യുമ്പോൾ അവരുടെയും കൂടി ലൈഫായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ എഴുതാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ രാജോടൻ തന്നെ ക്ലബ് ഓഫിന്റെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായി അദ്ദേഹത്തിനെ കുറിച്ച് എഴുതിയ ഈ പാട്ട് ഭയങ്കര ഇഷ്ടം. അടിപൊളി, താങ്ക് യു. അപ്പൊ റഫീഖ് ജി, നിങ്ങൾ എഴുതിയാണ് കപ്പ പുഴുക്ക് എന്നൊക്കെ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് അറിയോ? അങ്ങനെ അവർക്ക് ചിന്തിക്കാൻ പറ്റും നിങ്ങളെ പോലെ കപ്പ പുഴുക്ക് ബാച്ചലേഴ്സ് പാർട്ടി അല്ല, ഈ പറഞ്ഞ പോലെ അതൊരു കൂട്ടായിട്ടുള്ള ഒരു സംഗതിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചില വരികളൊക്കെ മ്യൂസിക് ഡയറക്ടർ ഒക്കെ ഉണ്ടതില്ല. അങ്ങനെ ഒരു പാട്ടാണ്. അങ്ങനെ ഇനിയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂലേ? അതൊക്കെ ചെയ്യാൻ പറ്റും. വേണ്ടി വന്ന വിനായക ശശികുമാറൊക്കെ എഴുതുന്ന മാതിരത്തെ പരിപാടി എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം അവർ എന്റേതായ രീതിയിൽ ചെയ്യാൻ പറ്റും. അല്ല, അങ്ങനെയല്ല, ഇവര് പിടിക്കുന്ന ഏരിയ ഉണ്ടല്ലോ, അതില് അങ്ങനെ പിടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് അവര് പിടിക്കുന്ന ഏരിയ കൊച്ചു പിള്ളേരെ വഴി തെറ്റിക്കുന്നൊക്കെ ഞാൻ ചെയ്തോളാം. മുതിർന്നവരെ ഓക്കെ. എന്തായാലും നമ്മള് ഒരുപാട് നേരം പ്രിയപ്പെട്ട പാട്ടുകൾക്കൊപ്പമായിരുന്നു. എനിക്ക് തോന്നുന്നത് ഇപ്പൊ നമ്മളെ മലയാള പാട്ടുകളിൽ, മലയാള സിനിമാ പാട്ടുകളിൽ അല്ലെങ്കിൽ മലയാളം പാട്ടുകളിൽ ഏറ്റവും സജീവതയിലുള്ള 1-2 പേരെ ഈ ഒരു ചെറിയ സംഘത്തിൽ ഇപ്പോൾ ഒഴിവുള്ളൂ. മോഹസിൻ പരാരി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ അൻവർ അലി, എടുത്തു പറയേണ്ട ഒരു വ്യക്തിയാണ്. മനു മഞ്ജിത്ത്, ഓഫ് കോഴ്സ് മനു മഞ്ജിത്ത്. അങ്ങനെ 2-3 പേര് മാത്രമേ തൽക്കാലം ഒഴിഞ്ഞു നിൽക്കുന്നുള്ളൂ. ബാക്കി ഇതാണ് മലയാള സിനിമ പാട്ടുകൾ അല്ലെങ്കിൽ മലയാള പാട്ടുകൾ. നമുക്ക് ഒത്തിരി അത്ഭുതങ്ങളും കൗതുകങ്ങളും പ്രണയമൊക്കെ ഇനിയും വേണ്ട വിധം വേണ്ട ഭാവങ്ങളിൽ വിളമ്പിത്തരാനുള്ളവരാണ് നമുക്ക് ഇത്രയും നേരം കേൾക്കാനായിട്ട് സാധിച്ചത്. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.